2024 ദൈവസഭ മുറിഞ്ഞപാല സഭയോട് തന്ന ദൂതായിരുന്നു യെശയ്യാവ് 9:3. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം സംസാരിക്കുവാൻ ദൈവകൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല ദുഷ്ടന്റെ തടസ്സത്തെ നിന്ന് ശാസിക്കുന്നു, ഭർഷിച്ചു മാറ്റിയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഏതാത്മാവിനോട് എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിക്കുവാൻ കൃപ തരണം. അവിടുന്ന് വിക്കനായ മോശയുടെ നാവോട് കൂടെ ഇരുന്ന പോലെ അടിയനോട് കൂടെ ഇരിക്കണം. ജ്ഞാനത്താൽ നിറയ്ക്കണം. തൻ്റെ ബുദ്ധി മണ്ഡലത്തിൽ നല്ല ദൈവാത്മാവിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും ചെറുതായിട്ട് അങ്ങ് വളരട്ട്. അവിടെ രക്തത്താടിനെ കഴുകി ശുദ്ധീകരിച്ച് കൃപയാൽ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, മന്ന TV-യിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ, യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ, മീഡിയ ടുഡേയിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ സകലവരെയും അനുഗ്രഹിക്കപ്പെടുവാൻ 2024 സകല ലോക രാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അധ്യക്ഷനായിരിക്കണം. കർത്താവെ, അടിയനെ താഴ്ത്തുന്നു. മാനുഷ്യമായ ശബ്ദം ഒന്നും വേണ്ട, ദൈവത്തിൻ്റെ ഹിതം ഇവിടെ നിറവേറുവാൻ ദൈവം സഹായിക്കണം. 24 വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. 2023 പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് പ്രതീക്ഷിക്ക പോലെ കയറിയില്ലെങ്കിൽ 24 ഒരു പ്രതീക്ഷിക്കുന്ന വർഷമാ, ഒരു പ്രതീക്ഷയുടെ വർഷമാണ് 2024. കർത്താവേ, അത് അനുഗ്രഹമാക്കി തീർക്കട്ടെ. വാഗ്ദത്ത വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യാൻ താഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് സഭയ്ക്കുള്ള വാഗ്ദത്ത വചനം തന്നത് വായിച്ചു. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു. സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടും പോലെ ആനന്ദിക്കും പോലെ ഓരോ ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്ന് വർധനയുണ്ട്, അടുത്ത് സന്തോഷമുണ്ട്, അടുത്ത് കൊയ്ത്തുണ്ട്, അത് കഴിയുമ്പോൾ കൊള്ളയുണ്ട്. എത്ര പോയിന്റുകളുണ്ടെന്നറിയാമോ? ഇതെല്ലാം ഓരോ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. ഒരു വർധന ഒരു ഭാഗമാണ്. അടുത്ത് സന്തോഷമുണ്ട്, കൊയ്ത്തുകാലമുണ്ട്, കൊള്ളയുണ്ട്. അപ്പോൾ ഇതെല്ലാം സഭയ്ക്കുള്ള, നമ്മൾ സഭയിൽ നിന്ന് നിങ്ങൾക്കുള്ളത്, ദൈവമക്കൾക്കുള്ളത്, ഇന്ന് സഭയ്ക്കുള്ള ഓരോ ഭാഗങ്ങളാണ്. 2024 നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യം എന്താണ്? പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സന്തോഷിക്കാൻ വകയുണ്ട് ദൈവമക്കളെ. ദുഃഖത്തിൻ്റെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും വേദനയുടെ നടുവിലും പറയണം, എനിക്കൊരു യേശു ഉണ്ട്. എന്നെ അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. എന്നെ സ്നേഹിക്കുന്ന 2023 പലവരും സ്നേഹങ്ങൾ കുറഞ്ഞു, പലതും നഷ്ടപ്പെടുത്തി, പല പ്രതീക്ഷ സ്നേഹങ്ങൾ കിട്ടിയില്ല. മാനുഷ്യമായ സ്നേഹത്തിനപ്പുറമായി ഒരു യേശുവിൻ്റെ സ്നേഹത്തെ നീ വലുതായിട്ട് കാണാം. നീ എവിടെയൊക്കെ കരഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ നിലവിളിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ ഭാരപ്പെട്ടിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്കൊന്ന് ഏറ്റു പറയുവാ. പരാജയപ്പെട്ട് കിടന്നെടുത്തുന്ന ഒന്ന് കയറി വരുവാൻ, വീണ് പോയി അടുത്തുനിന്ന് കയറി വരുവാൻ 24 പരിശുദ്ധ പറയുന്നു. നീ വീണെടുത്തുനിന്ന് കയറി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കുഞ്ഞെ, നീ വീണെടുത്തുനിന്ന് കയറി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കരം പിടിച്ചു കയറ്റുന്നൊരു വർഷമാണ് 2024. നിന്നെ കരം പിടിക്കുന്ന വലം കൈകൾ പിടിച്ചു ഉയർത്തുന്ന 24 നിന്നെ ദൈവം ഉയർത്തുന്ന വർഷമാണ്. മറക്കരുത്, നീ വർദ്ധിക്കുക തന്നെ ചെയ്യും. ശക്തിയോടെ നിങ്ങളെ കരങ്ങൾ പോരാ. ഈ പരവന മാലപ്പടക്കം പൊട്ടുപോലെ പൊട്ടട്ടെ. നിങ്ങളുടെ കരങ്ങൾ ചലിക്കട്ടെ. അടിക്കുന്നത് സംഭവിക്കുന്നുണ്ട്. ചിലതിനൊക്കെ ദൈവം ഇട്ടുകൊടുക്കുന്നുണ്ട്. ചിലതിനൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ദൈവം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കത്തുന്നുണ്ട്. ആത്മാവിന് കത്തുന്നുണ്ട് കേട്ടോ. യെസ് 2024 ദൈവത്തോട് സംസാരിക്കുവാൻ ഭാഗ്യം. ദൈവത്തോട് ഇന്ന് സംസാരിക്കുവാൻ അന്യഭാഷ, ദൈവത്തിന്റെ വക, ദൈവത്തോട് ചേർന്നിരുന്ന് സംസാരിക്കുവാൻ ഒരു കൃപ. 2024 ദൈവത്തോട് ചേർന്നിരുന്ന് സംസാരിക്കുവാൻ ഒരു കൃപ. ഹല്ലേലൂയ.
2023 എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അനുഗ്രഹിച്ചിരുന്നു. എല്ലാവരും പ്രതീക്ഷിക്കും പോലെ കയറിയില്ല. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയോ എന്ന് കേട്ട് കഴിഞ്ഞാൽ കിട്ടി, പ്രതീക്ഷിക്കും പോലെ കയറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ട് അനുഗ്രഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. രാത്രിയിൽ നിന്നില്ലാതെ പകലില്ലാതെ ദൈവത്തിന് ഓടുവാൻ, രാത്രിയിൽ നിന്നില്ലാതെ പകലില്ലാതെ ദൈവനാമത്തിന് ഓടുവാനും, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുവാനും, അപകടങ്ങൾ, പല വണ്ടികൾ ഞങ്ങളുടെ മുമ്പേ ചീറിപ്പാഞ്ഞൊരു വർഷമായിരുന്നു. ഇടിച്ച് തെറിപ്പിക്കുന്ന രീതിയിൽ പല അനർത്ഥങ്ങൾ പലപ്പോഴും വന്ന് സ്പോട്ട് സംഭവിക്കുന്നതിൽ സംഭവിച്ചില്ല. ദൈവം തട്ടിമാറ്റിയ വർഷമായിരുന്നു. സാമ്പത്തികം വരെ നോക്കുന്നുണ്ടെങ്കിൽ പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം വന്നില്ല. ദൈവം ഏൽപ്പിച്ച കാര്യം 24 ചെയ്യാന്ന് പറഞ്ഞ കാര്യം വരെ ദൈവം പറഞ്ഞു 23 പ്രാർത്ഥിച്ചു, കർത്താവേ 24 മതിയെന്ന്. എന്നാൽ 24 മതിയെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോനെ നീ 23 പ്രാർത്ഥിക്കണത് അത് 23 തന്നെ തരും. 23 പ്രാർത്ഥി 24 മതിയെന്ന്. പക്ഷേ 23 തന്നെ ദൈവം തന്നു. വലിയ വലിയ കാര്യങ്ങൾ, കാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിലേക്ക് വലിയ കാര്യങ്ങൾ, ശുശ്രൂഷയുടെ ലെവലുകൾ ചാനലിലൂടെയും ചാനൽ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ. എന്നുവെച്ചാൽ നിങ്ങൾ വിചാരിക്കും വേറെ എന്തോ ഭയങ്കരല്ല, സുവിശേഷത്തിന് വേണ്ടി ചെയ്യുവാൻ അത്രത്തോളം വലിയ ആഗ്രഹവും ഒരു ദാഹവും തൻ്റെ മേലുള്ളപ്പോൾ അതെനിക്ക് ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ 23 സ്വയം പര്യാപ്തമായി ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഓരോ കാര്യങ്ങളും ക്രമീകരിപ്പാൻ സഹായിച്ചു. ആലയത്തിൻ്റെ മേലൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. എന്തൊക്കെയാണോ ഞാൻ ദൈവത്തോട് ചോദിച്ചതെല്ലാം മാക്സിമം ദൈവം തന്നാൽ. എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാ, 2023 എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു. കാര്യമെന്താ? നീ വിശ്വസ്തനാണെങ്കിൽ നിന്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറ്റത്തില്ല. അവൻ വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ വായിച്ചത് യെശയ്യാവ് 9:3 നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിക്കുന്നു. ഒരു വർധനയാണ്. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിക്കും. ഒരു വർദ്ധിക്കുന്ന വർധനയെ കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് വർധന വേണ്ടാത്തത്? നിങ്ങൾ പറയും, ഏറ്റവും കൂടുതൽ പറയും, കർത്താവേ എനിക്കൊരു വർധന വേണം. നമ്മൾ ഈ വർധന ചോദിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും ധ്യാനിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നിരിക്കുന്ന ആലോചനകളാണ്, ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടുകളാണ് നിങ്ങളുടെ മേൽ ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ വർദ്ധിക്കേണ്ടത് ആത്മീയയിൽ വർദ്ധിക്കണം, പ്രാർത്ഥനയിൽ വർദ്ധിക്കണം. 1-ാം സ്ഥാനം പണത്തിനല്ല, 1-ാം സ്ഥാനം വർദ്ധിക്കേണ്ടത് നീ ആത്മീയയിൽ വർദ്ധിക്കണം. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 2024 കൃപാവരങ്ങൾ, 9 കൃപാവരങ്ങൾ ജ്വലിക്കണം. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കണം. പ്രാർത്ഥന കുറയരുത്. സന്ധ്യ പ്രാർത്ഥന കുറയരുത്. രാത്രിയുടെ യാമങ്ങളിലുള്ള പ്രാർത്ഥന കുറയരുത്. പ്രഭാതത്തിലെ പ്രാർത്ഥന കുറയരുത്. രാവിലെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഏത് കാര്യം തുടങ്ങാവൂ. ഒരു കട്ടൻ ചായ ഇടാൻ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു ദൈവകരങ്ങൾ കൊടുത്തിട്ടാണ്. കഴിഞ്ഞ വർഷം എത്രയോ പേരാണ് പൊള്ളലേറ്റും പല പ്രശ്നങ്ങളാൽ തീ പിടിച്ചും പല അപകടങ്ങൾ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അനന്തപുരി ഹോസ്പിറ്റലിൽ ഒരു വാർത്ത, നമ്മുടെ ഒരു കസ്റ്റമർ ഒരാളെടുക്കാമെന്ന സമയത്ത് പറഞ്ഞു, ഒരു സഹോദരി തീ പിടിച്ചു, പൊള്ളലേറ്റു. അത് ഞാൻ കേട്ടു. എന്താ ഇങ്ങനെ സംഭവിച്ചത്? അത് അടുപ്പിൽ നിന്നുള്ള തീ പെട്ടെന്ന് വസ്ത്രത്തിൽ പിടിച്ചു. 2023 സംഭവിച്ചത്. തീ പിടിച്ചു. ശരീരത്തിൽ ഏതാണ്ട് ഭാഗങ്ങൾ പൊള്ളി. സീരിയസ് അല്ല, എന്നാലും ശരീരത്തിൽ ഏതാണ്ട് പൊള്ളലാണ്. ഭയങ്കര അസാധ്യമായ വേദന. തീ പിടിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ചാടി ഇറങ്ങി കണ്ണും തിരിഞ്ഞ് ഓടുന്നതല്ല. യേശുവിനെ കൂടാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും വയ്ക്കരുത്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് സ്തോത്രം പറയണം. കാര്യം എന്താണ്? നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി അത് തന്നെയാണ്. രാവിലത്തെ പ്രാർത്ഥന ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുത്ത് തന്നെ പോണം. യേശുവിൻ്റെ കരം പിടിച്ച് തന്നെ പോണം. നീ പിച്ച വയ്ക്കുമ്പോൾ, നീ രാവിലെ പിച്ച വയ്ക്കുമ്പോൾ, ചിലർ ഉറക്കം എഴുന്നേറ്റ് പിച്ച വയ്ക്കുമ്പോൾ
എവിടെയെങ്കിലും കിടന്നിട്ട് അബദ്ധം പറ്റാറുണ്ട്. തട്ടിൻ്റെ മുകളിലാണ് കിടക്കണത്. കിടന്നിട്ട് രാവിലെ കട്ടിൽ നിന്ന് പറഞ്ഞ് അഴിച്ചു കൊടുക്കും. പൊത്തോനെ താഴെ വീഴും. തട്ടിൻ്റെ വരെ കിടന്നിട്ട് വല്ല ഉണ്ട്, നിങ്ങൾ നല്ലവരോട് കാണുമായിരിക്കും അല്ലേ? തട്ടിൻ്റെ വരെ കിടന്നിട്ട് നമ്മളെപ്പോഴും വിചാരിക്കും വീട്ടിനകത്താണ് കിടക്കണം എന്നുള്ളത്. അപ്പോൾ രാവിലെ പിച്ച വയ്ക്കുമ്പോൾ അത് ശ്രദ്ധയോടെ യേശുവിൻ്റെ കരം പിടിച്ചായിരിക്കണം. അല്ല എങ്കിൽ നമ്മുടെ സ്റ്റെപ്പുകൾ മാറിപ്പോകും. ആമേ ദൈവ പൈതലേ, ഈ വർഷത്തിൽ തുടക്കം എല്ലാ കാര്യത്തിലും ആദ്യത്തെ പ്രഭാതത്തിലൊരു പ്രാർത്ഥന നീ ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിലൊരു കുറവും വരുത്തരുത്. കർത്താവിനെ നീ കൂട്ടണം. ഏത് കാര്യം ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. പലവർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തിലൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതൊന്നും വരുവാൻ ഇടവരുത്താതെ അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. നമ്മൾ ആദ്യത്തെ ആത്മീയയിൽ വർദ്ധിക്കണം. എല്ലാവർക്കും പണത്തിലും നന്മയിലൊക്കെ വർധന, വസ്തുവിൽ വർധന വേണം. ഒരു വണ്ടിയുള്ളവന് 2 വണ്ടി വേണം, അല്ലേ? ഒരു വീടുള്ളവന് 2 വീട് വേണം. ആമേ ഒരു നില ഉള്ളവന് 2 നില വയ്ക്കണം. അത് സ്വാഭാവികം. ആമേ അപ്പോൾ 5 ലക്ഷം ഉള്ളവന് 10 ലക്ഷം രൂപ വേണം. ഇന്ന് എല്ലാവർക്കും പണത്തിനൊക്കെ ഈ ലോകത്തിൻ്റെ ഭൗതിക വർധന. ആമേ എല്ലാവർക്കും സാമ്പത്തിക മേഖല വർധന ഉണ്ടാവണം. എല്ലാവർക്കും വലിയ ആളാവണം. അതൊക്കെ വർദ്ധിക്കുമ്പോൾ ഞാൻ ഇന്ന് ആത്മാവിൽ ധ്യാനിച്ചു, ഈ വചനം ധ്യാനിച്ചു. എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ഇരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തന്നൊരു ആലോചനയാണ് പറയുന്നത്. നമ്മൾ ഈ വർധനയ്ക്ക് ഇതൊക്കെ ഭൗതികത്തിൽ വർദ്ധിക്കും. അതിനു മുമ്പേ നമ്മൾ വർദ്ധിക്കേണ്ടത് ആത്മീയയിൽ വർദ്ധിക്കണം. ആത്മീയയിൽ വർദ്ധിച്ച ഭൗതികത്തെ നഷ്ടപ്പെടത്തില്ല. നീ ആത്മീയയിൽ വർദ്ധിച്ചാൽ ഭൗതികത്തെ നഷ്ടപ്പെടത്തില്ല. ദൈവം തരുന്നത് ആത്മീയയിലാണെങ്കിൽ നഷ്ടപ്പെടത്തില്ല. പ്രാർത്ഥന അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നാൽ ദൈവഹിതമില്ലാത്ത, ഞാൻ ഈ വർഷം പ്രാർത്ഥിക്കുന്നു, കർത്താവ് 2024 എൻ്റെ കയ്യിൽ ദൈവഹിതമില്ലാത്ത ഒരു പോലും വരല്. ആരെങ്കിലും പ്രാർത്ഥിക്കൂ? ആരെ കരയിച്ചുള്ള ഒരു വേണ്ടിൽ വരല്. ആമേ ആരെ പറ്റിച്ചുള്ള ഒരു വേണ്ട. നമ്മൾ പറയുന്നത് മതി, നമുക്ക് പറയുന്ന കണക്ക് മതി. ദൈവഹിതമില്ലാത്ത ഒരു കാര്യം പോലും എൻ്റെ കയ്യിൽ വരല്ലേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇന്ന് ഇതിനകത്ത് കേൾക്കുന്ന ദൈവമക്കളെ, ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയുമോ? ഈ വർഷം പറ, യേശുവേ എൻ്റെ കയ്യിൽ ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും വരല്ലേ. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം തുടങ്ങുകയാണ്. നമ്മൾ ആത്മീയയിൽ വർദ്ധിക്കണം, പ്രാർത്ഥനയിൽ വർദ്ധിക്കണം, കൃപയിൽ പെരുകണം. ആമേ പ്രാർത്ഥിക്കണം. ഉപവാസം ആമേ ആവശ്യമാണ്. പ്രാർത്ഥനയല്ലാതെ, ഉപവാസമല്ലാതെ നമുക്ക് വർദ്ധിക്കാൻ കഴിയില്ല. പാവം കഴുകുന്നത് ഉപവാസമാണ്. വർദ്ധിക്കണമോ? നിന്റെ പാവം കഴുകുന്നത് ഉപവാസമാണ്. ഉപവാസമല്ലാതെ പാവം കഴുകത്തില്ല കുഞ്ഞെ. നിനവേനെ നശിപ്പിക്കുമെന്ന് ദൈവം പദ്ധതി ഇട്ടപ്പോൾ ഇതെല്ലാം ഉപവാസത്തോടെയാണ് പോകേണ്ടത്. ശുശ്രൂഷ ചെയ്യണം. ഇതെല്ലാം ആത്മീയ. കാരണം എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എനിക്ക് ശക്തിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പറ, ഇതിനകത്ത് തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറ, എൻ്റെ ദൈവം എനിക്ക് ബലം തരും. ഇന്നെനിക്ക് ക്ഷീണമല്ല. ഇതിനകത്ത് രോഗിയാണെങ്കിൽ പറ, 2023 നിന്നെ രോഗിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വചനം വിളിച്ചു പറയുന്നു, 2024 എൻ്റെ കർത്താവിനെ എഴുന്നേൽപ്പിക്കുക ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം ഒരു രോഗത്തിന് വേണ്ടി വിട്ടുകൊടുക്കരുത്. 2024 ആമേ നിങ്ങളുടെ ശരീരം രോഗമാണെന്ന് പറയല്ല. കാര്യം എന്താണ്? ആത്മീയയിൽ ആദ്യം വർദ്ധിക്കണം. ആത്മീയയിൽ വർദ്ധിക്കണം. കരം പിടിച്ച് പറ, ബ്രദറെ ആത്മീയയിലൊന്ന് വർദ്ധിക്കാമോ? ഓ സിസ്റ്ററെ ആത്മീയയിലൊന്ന് വർദ്ധിക്കാമോ? നിനക്കൊന്ന് ആത്മീയയിലൊന്ന് വർദ്ധിക്കാമോ? ദൈവം വർദ്ധനയുടെ തുടക്കം എന്ന് പറയുമ്പോ നിനക്ക് പ്രാർത്ഥനയിൽ വർദ്ധിക്കണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കുന്നവനോ 2024 ഒരു വർദ്ധന. Ragamana Tharada, Adana Tharana, Shanda, Vaida Mana, Riba Rika Thare, Shamdal Proudava, Adana Tharava, Shappal Proudava Tharana, Vaida Powda Thina, Jagana Thina, Regare, Astal Proude, Adaman Jagana Thina. Hallelujah. ദൈവത്തോട് പറ്റിയിരിക്കുന്നവനാ.
സംഭവിക്കുക തന്നെ ചെയ്യും. 24 ഡിസംബർ മാസം 31 അവസാനിക്കും മുമ്പേ ഈ പറയുന്ന ദൂതുകൾ ദൈവസഭയ്ക്ക് മാത്രമല്ല, ഇത് പുറത്ത് സംഭവിക്കും. ആമേൻ, ലോകത്ത് സംഭവിക്കും. ചാനലിലൂടെ കേൾക്കുന്നവരെ, നിങ്ങൾക്കത് സംഭവിക്കും. ഏറ്റെടുക്കണം. അലസ്യമായിരിക്കരുത്. നല്ലപോലെ കരമടിക്കണം. ആരെയും നോക്കി കരമടിക്കരുത്. അടിക്കണമെന്ന് തോന്നി അടിക്കണം. ചാടണം ചാടണം. കാര്യം എന്താ? ഈ വർഷം ഒരു വർധനയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെ നോക്കി ചെയ്യുന്നതല്ല ആരാധന. ആരെ നോക്കി പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ ഒരു മനസ്സൊന്ന് അപ്പോഴും പ്രാർത്ഥിക്കണം. എവിടെ ഇരുന്നാലും എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു ഓഫീസിലാണ് ജോലി ചെയ്യണത്, ധൈര്യമായിട്ട് പറ, എനിക്ക് കുറച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ അധികാരിയോട് പറയണം, എനിക്ക് കുറച്ച് പ്രാർത്ഥിക്കണം. ശരി, പ്രാർത്ഥിച്ചിട്ടോ. നല്ല കാര്യമല്ലേ? ഒരു ലീവ് എടുക്കുന്നതിനെക്കാട്ടിലും 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ലീവ് എടുക്കുന്നതിനെക്കാട്ടിലും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ പ്രാർത്ഥിക്കുവാൻ പെർമിഷൻ ചോദിച്ചാൽ അത് കൊടുത്താൽ ആ സ്ഥാപനത്തിനും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ആത്മീയയിൽ വർദ്ധിക്കണം, കൃപാവരങ്ങൾ പെരുകണം. കാര്യം എന്താണ്? ദൈവത്തോടുന്ന് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആമേ ഹല്ലേലൂയ കൃപാവരങ്ങൾ, ആമേ കൃപാവരങ്ങൾ നമുക്ക് ജ്വലിക്കണം. ജ്ഞാനം നമുക്ക് വർദ്ധിക്കണം. പ്രാർത്ഥിക്കാൻ എപ്പോഴും ദൈവത്തിലെ ജ്ഞാനം, അറിവ് വേണം. ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കുന്ന മുമ്പേ തന്നെ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന. ആമേ ഹല്ലേലൂയ. ആരാധന മുടങ്ങി ഭക്ഷണം കഴിക്കരുത്. ആരാധിച്ച ശേഷം, പ്രാർത്ഥിച്ച ശേഷം മാത്രമേ ഈ വർഷം നിങ്ങൾ ഭക്ഷണത്തിന് ഇരിക്കാവൂ. കഴിഞ്ഞ വർഷം ഓടിയതൊക്കെ പോട്ട്, കഴിഞ്ഞ വർഷം എല്ലാം മറന്നു പോട്ട്. ഈ വർഷത്തെ കാര്യമാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇപ്പോൾ സഹോദരന്മാർ പറയും, അയ്യോ ഞങ്ങൾ ജോലി കഴിഞ്ഞാൽ താമസിക്കണം. ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ വരുന്നവർ രാത്രിയിൽ പ്രാർത്ഥിക്കുക. സാഹചര്യങ്ങൾ ഒരു ദിവസം അവസാനിക്കും മുമ്പേ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കണം. ഈ വർഷം ദൈവം നിങ്ങളോട് ഇടപെടുന്ന ഒരു കാലമാണ്. ഈ വർഷം പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി, ഞാനൊരു ദൂത് കൈമാറുന്നു സഭയോട്, വ്യക്തിപരമായി ദൈവം സംസാരിക്കും. ആത്മാ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാ പറയുന്ന ഒരു ദൂത് പറയുന്നു. ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു സ്നേഹം 2023-നെക്കാട്ടിലും 24 ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട്. യെസ്, യെസ്, സംഭവിക്കട്ടെ. ആമേൻ, 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 ആമേൻ. അടന രഗന വൈഡ മാന ദൈവം ഇടപെടും. ബ്രദറെ, 2024 ദൈവം വ്യക്തിപരമായി ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം സംസാരിക്കും. ആമേ, ഹല്ലേലൂയ. മാതാവേ, ദൈവം നിങ്ങളോട് പരിശുദ്ധ പറയുന്നു, വ്യക്തിപരമായി സംസാരിക്കും. സിസ്റ്ററെ, ദൈവം നിങ്ങളോട് വ്യക്തിപരമായി ദൈവം ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തവളാ ദൈവം നിന്നോട് 2024 ദൈവം വ്യക്തിപരമായി സംസാരിക്കും. യെസ്, 24 പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടും. ഓ നിങ്ങളുടെ അടുത്ത് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ദൈവം നിങ്ങളോട് എനിക്ക് അടുത്ത് വരാൻ പറ്റില്ല എങ്കിലും ആത്മ പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, ഇതിനകത്ത് ശമ്പൽ പ്രൗഢവരന്തലപട ദൈവ വ്യക്തിപരമായി ഇടപെടുന്ന വർഷമാണ്. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിങ്ങളോട് ശക്തമായി ദൈവം ഇടപെടുന്നുണ്ട്. ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്നെ വ്യക്തിപരമായി പിടിച്ച് വേർതിരിച്ചവളാ. നീ പലപ്പോഴും ചെവി കൊടുത്തില്ല. എന്നാ ഈ വർഷം ദൈവം നിന്റെ മേൽ വർഷിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടും. ദൈവം ഇടപെടുക ചെയ്യോ. ദൈവം സംസാരിക്കുക. നഷ്ടപ്പെട്ട കൃപ, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരുന്നു. വർദ്ധിക്കുന്നു. പ്രാർത്ഥനാ ജീവിതം, നിന്റെ നഷ്ടപ്പെട്ട കൃപ മടങ്ങി വരുന്നുണ്ട് കേട്ടോ. യെസ്,
പിടിച്ചോ 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 പിടിച്ചോ, ആത്മാവിൽ പിടിച്ചെടുത്തോ. യെസ്. ഓ, കൃപ പെരുകുന്നുണ്ട്, കൃപ പെരുകുന്നുണ്ട്. ഒരു പ്രാർത്ഥനയുടെ കൃപ പെരുകുന്നുണ്ട്. ആത്മ പറയുന്നു, നിന്റെ മേൽ പ്രാർത്ഥന, നഷ്ടപ്പെട്ട പ്രാർത്ഥന കൃപ മടങ്ങി വരുന്നുണ്ട് കേട്ടോ. യെസ്. പിടിച്ചോ 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 പിടിച്ചേ. നഷ്ടയുടെ കൃപ, പ്രാർത്ഥന മടങ്ങി വരട്ടെ, കൃപ പെരുകട്ടെ. യെസ്. ഓ, റീബാ ബാബാ ഷാബാലാബാ ആടമന പെരുകുന്നുണ്ട്, കൃപ പെരുകുന്നുണ്ട്, കൃപ പെരുകുന്നുണ്ട്. വാർത്തിക്കട്ടെ, ആത്മാവിൽ വാർത്തിക്കട്ടെ, ആത്മാവിൽ വാർത്തിക്കട്ടെ. യെസ് യെസ്. ഹർ ശകന ബരികമന ശകന രഗന ദീന അടന രഗനെ വൈഡേ ചൂട രീഗ വൈഡ മന. ചില ശാപങ്ങൾ പൊട്ടുന്നു, ശാപങ്ങൾ പൊട്ടുന്നു. നിന്റെ പ്രാർത്ഥനയിലോ ദൈവ പ്രവൃത്തി വെളിപ്പെടുക. ദൈവം നിങ്ങളുടെ പ്രത്യേകമായി ഒരു പ്രത്യേകമായ പ്രാർത്ഥന തീ. ഓ, മിന്നൽ പോലെ അടിക്കുന്നുണ്ട്, മിന്നൽ പോലെ അടിക്കുന്നുണ്ട്. യെസ് 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 യെസ്. ഒരു മിന്നൽ പോലെ 2024 ഒരു മിന്നൽ പോലെ ദൈവം അടിക്കുന്നുണ്ട്. ദൈവം സംസാരിക്കുന്നുണ്ട്. 2024 ആത്മ പറയുന്നു, നിന്നോട് വ്യക്തമായി ഇറങ്ങി വരും. ദൈവം സംസാരിക്കോ. 24 ദൈവം സ്വർഗത്തിലെ ദൈവം സംസാരിക്കോ. ദർശനങ്ങൾ കാണോ, ദർശനങ്ങൾ കാണോ, വെളിപ്പാടിനെ കാണോ. ഓ, പ്രാർത്ഥന കൃപ പെരുകുന്നു. യെസ് യെസ് യെസ്. പിടിച്ചെടുത്തോ പിടിച്ചെടുത്തോ. പോരാ, ഇത് പോരാ. പെരുകി വരട്ടെ, കൃപയിൽ പെരുകട്ടെ, പ്രാർത്ഥന പെരുകട്ടെ. യെസ് യെസ് യെസ്. ഓ ഓ ഓ ഓ, നീമാ ബാബാ വാർത്തിക്കട്ടെ, വാർത്തിക്കട്ടെ, വാർത്തിക്കട്ടെ. ആത്മാവിൽ വാർത്തിക്കട്ടെ, 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 വാർത്തിക്കട്ടെ. ആടാ ദാനാ ദീന റീബ വാർത്തിക്കട്ടെ, വാർത്തിക്കട്ടെ, വാർത്തിക്കട്ടെ. യെസ്. ഓ, വാർത്തിക്കട്ടെ, വാർത്തിക്കട്ടെ, വാർത്തിക്കട്ടെ. ഈ വർഷം ദൈവത്തോടിരുന്ന് ആത്മാവിൽ വർത്തിക്കട്ടെ. യെസ് യെസ്. 23 നീ പ്രയോജനപ്പെട്ടില്ല, 23 വർദ്ധിച്ചില്ല. 24 ദൈവം വർദ്ധിപ്പിക്കുന്നു കുഞ്ഞേ. ദീന രഗന വൈഡ മാന അസ്ത രീഗ വൈഡ മാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നെഴുതുന്നേ ശാഗ രാഗ മാന. 2023 ചില വെളിപ്പാട് നീ കണ്ടു. 24 ആത്മാ പറയുന്നു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ കണ്ട വെളിപ്പാട്. ഓ, യെസ്. ശകന രഗന വൈഡ ദീന രഗന. നിന്നെ പരിഹസിച്ചെടുത്ത്, തള്ളിയെടുത്ത് ദൈവം നിർത്താൻ പോകുകയാണ്, നിർത്താൻ പോകുക. നിന്നെ നിർത്താൻ പോകുകയാണ്. അടന രഗന. 23 നീ ഓടി. 24 ആത്മാ പറയുന്നു, നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും. അവന്റെ കൃപ നിന്റെ മേൽ പെരുകും. നീ കൃപ പെരുകും, അഭിഷേകം പെരുകും. നീ വർദ്ധിക്കോ, നീ വർദ്ധിക്കോ, നീ വർദ്ധിക്കോ. കൃപ പെരുകോ, കൃപ പെരുകോ. നിന്റെ മേൽ പ്രാർത്ഥിക്കട്ടെ, കൃപ പെരുകട്ടെ. സിസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവ് 2024 ദൂത് പറയുന്നു, നീ ദേശത്തിന്റെ മേൽ 23 വീണിട്ടുണ്ടെങ്കിൽ ആ ദേശം കാണത്തക്കവണ്ണം കരം പിടിച്ച് ചിലതിന്റെ കണ്ണുകൾ തള്ളത്തക്കവണ്ണം ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന വർഷമാണ്. നീ കൃപയിൽ പെരുകും, നീ കൃപയിൽ പെരുകും, വർദ്ധിക്കും, വർദ്ധിക്കും. അഭിഷേകം ചലിക്കും, അഭിഷേകം ചലിക്കും. ഓ, നീ ഒരു വാക്ക് പറയുമ്പോ അവിടെ തീ ആയിരിക്കും. യേശുവിന്റെ പേര് പറയുമ്പോ ചില ഭൂതങ്ങൾ ഓടും. ഊരുട്ടമ്പലത്ത് നിന്നെ കാണുമ്പോ ചില ഭൂതങ്ങൾ ഓടും. കൃപ പെരുകുന്നുണ്ട്. പ്രാർത്ഥന, പ്രാർത്ഥന. ഓ, ഹല്ലേലൂയ. കൃപ പെരുകുന്നുണ്ട് കേട്ടോ.
23-നേക്കാട് കൃപ പെരുകുന്നുണ്ട് കേട്ടോ. കൃപ പെരുകുന്നുണ്ട് കേട്ടോ. പിതാവേ, കൃപ പെരുകുന്നു. ഓ, കൃപ പെരുകട്ടെ, പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. ദൈവത്തോടിരിക്കുക. ഓ, പ്രാർത്ഥനയുടെ കൃപ പെരുകട്ടെ. പ്രാർത്ഥന കൃപ പെരുകട്ടെ, പ്രാർത്ഥനയ്ക്ക് കൃപ പെരുകട്ടെ. ചിലര് പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അമ്പലം എഴുന്നേറ്റില്ലേ? ഇത് എന്റെ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ അമ്മ നിങ്ങൾക്ക് എന്റെ അമ്മയെ പരിചയപ്പെടുത്തിയ, ഹല്ലേലൂയ, ആത്മാവിലമ്മ വളരെ കരയുക, നിരാശയും പരാജയം ഏറ്റുവാങ്ങുന്നു. പല കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട്, പല വേദനിക്കുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. 2024 നിന്റെ പ്രാർത്ഥന പലരുടെ ഉറക്കം നഷ്ടപ്പെടുത്തും, പലവരുടെ ഉറക്കം നഷ്ടപ്പെടും. കൃപ പെരുകുന്നുണ്ട് അമ്മേ, കൃപ പെരുകുന്നുണ്ട്. നിന്നെ പുതിയ തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കയറ്റി വിടുന്നുണ്ട്. പ്രാപിച്ചോ? യെസ്, യെസ്. ശബാരികമന ധനവര അടമന ധനവര അസ്തൽ പ്രൗഢവ അടന രഗന. ഓ, യെസ്, 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 യെസ്. ശബാബ റിബബബ. 2024 ആദ്യത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, സ്വർഗം പറഞ്ഞു പ്രാർത്ഥനയിൽ നീ വർദ്ധിക്കും. രണ്ടാം തീയതിക്കകത്തൊരു അത്ഭുതം, ഭയങ്കര അത്ഭുതം നടന്നു. ഒരു സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞു. 2024 ദൂതിന്റെ സാക്ഷി നടന്നു. ഈ തൊട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കകത്താണ് നടന്നത്. എടാ, തിരുവനന്തപുരം ജില്ലയ്ക്ക് ആദ്യത്തെ വിടുതൽ സംഭവിച്ചത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് ആദ്യത്തെ വിടുതൽ സംഭവിക്കുമെങ്കിൽ, ഓ, തിരുവനന്തപുരം ജില്ലയ്ക്കാണ്, തിരുവനന്തപുരം പട്ടണത്തിന്റെ വിടുതൽ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിടുതൽ 14 ജില്ലയിൽ സംഭവിക്കും. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഈ ദൂത് സംഭവിക്കും. ഇവിടെ മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുക. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല. കാര്യം എന്താണ്? ഞാൻ പ്രസംഗിക്കുന്ന യേശു തിരുവനന്തപുരം ജില്ലക്കാരനല്ല, കന്യാകുമാരി ജില്ലയിലല്ല, കാസർഗോഡുള്ള ആളല്ല, ദുബായിലുള്ള യേശു അല്ല. അവൻ ലോക രക്ഷകനായിട്ടാ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ച യേശു തിരുവനന്തപുരം ജില്ലക്കാരനായതുകൊണ്ടല്ല. ആദ്യത്തെ വിടുതൽ സംഭവിച്ചത് ഒരു പ്രത്യേകത കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഈ പട്ടം കവർ ചെയ്ത് ഈ മുറിഞ്ഞപാലം മെഡിക്കൽ കോളേജിനും പട്ടത്തിനും ഇടയിൽ ഈ സഭ നിൽക്കുമ്പോ, ഇന്ന് മുറിഞ്ഞപാല സഭ ശാലോ പ്രയർ ടവർ നിൽക്കുമ്പോ, ഇതിന്റെ വിടുതൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമല്ല പല ജില്ലകൾക്കും വ്യാപരിക്കുന്നുണ്ട്. പല ജില്ല കഴിഞ്ഞ് ലോക രാഷ്ട്രങ്ങളിലേക്ക് കടക്കുന്നുണ്ട് കേട്ടോ. യെസ്, യെസ്, യെസ്. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥനയിൽ ഒന്നാം സ്ഥാനം യേശുവിനോടിരിക്കുവാൻ, ഒന്നാം സ്ഥാനം യേശുവിനോടിരിക്കണം. ഈ വർഷം 2024 യേശുവിനെ കൂടാതെ ഒരു യാത്ര ചെയ്യണ്ട, യേശുവില്ലാത്തൊരു ഫംഗ്ഷൻ വേണ്ട, യേശുവില്ലാത്ത ആഹാരം വേണ്ട, യേശുവില്ലാത്ത ഒന്നും വേണ്ട. കരഞ്ഞ് പ്രാർത്ഥിച്ചോണം. കൃപ പെരുകണം. എനിക്ക് കൃപ വേണം അപ്പ. പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ പറയണം, അപ്പ നീ പ്രാർത്ഥിക്കാൻ കൃപ വേണപ്പ. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചു. ഇന്ന് നിങ്ങളദ്ദേഹം പഠിപ്പിക്കും. അല്ലെ 10 സ്തോത്രം പറഞ്ഞെങ്കിൽ അതൊരു പ്രാർത്ഥനയാണ്. നിനക്ക് പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ 10 സ്തോത്രം പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ്. എടാ, നിന്റെ വീട്ടിൽ രോഗി കിടക്കുകയാണ്, പ്രാർത്ഥിക്കാറുണ്ട്. അത് അടുത്ത് നിന്നിട്ട് ഈ രോഗിയെ നോക്കിയിട്ട് സ്തോത്രം, 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 സ്തോത്രം കണ്ണടച്ചിട്ട് പറയണം. വിശ്വാസത്തോടെ കണ്ണടയ്ക്കണം.
കണ്ണടച്ചിട്ട് നീ നോക്കിയാൽ ആ രോഗി എഴുന്നേറ്റിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൂത് സഭയോട് പറഞ്ഞു, പിതാവ് എഴുന്നേൽക്കുമെന്ന്. ഞാൻ അമ്മയോട് ചോദിച്ചു, ഇത് സംഭവിച്ചോന്ന് കേട്ട്. ഇത് വെറുതെ ഒന്നും അല്ല വിളിച്ച് പറയുന്നത്. ഇവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ദൈവം വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൂത് തലയെ കഴിച്ച് പറഞ്ഞു, കുടുംബത്തിനകത്ത് പിതാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ മാതാവിനെ ചോദിച്ചു, എന്തെങ്കിലും സംഭവിച്ചോ? പിതാവ് ഇപ്പം എഴുന്നേൽക്കണല്ലോ, ഓടണം. ഇപ്പൊ ഓട്ടമാ, നിപ്പല്ല, തളർന്ന് കിടക്കുന്നവൻ ഓടുന്നു. കണ്ണുകൊണ്ട് കണ്ടു. നടന്ന കാര്യം അതേ പോയതല്ലേ. ഇവിടെ തളർന്ന് കിടന്നിട്ട് പിടിച്ചത് രണ്ടുപേർ വേണം. ആ വ്യക്തി ഇപ്പം കുതിപ്പാ. കാര്യമെന്താ? ഒരു ദൂത് കൈമാറിയിരുന്നു. ദൈവം വലങ്കൈ കൊണ്ട് താങ്ങുന്ന കർത്താവ് അങ്ങ് താങ്ങിയ ഒരു താങ്ങല. എല്ലാരും താങ്ങും പോലെ താങ്ങലല്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. അതുകൊണ്ട് ആഴ്ച ഉണ്ട്, തുടക്കമുണ്ട്, അതിനെക്കുറിച്ചുണ്ട്. പ്രൈസ്. അപ്പോൾ പ്രാർത്ഥനയിൽ വർദ്ധിക്കണം. പ്രാർത്ഥനയിൽ വർദ്ധിച്ചാൽ ഈ വർഷം പ്രാർത്ഥിക്കുന്നവർക്കും ഉപവസിക്കുന്നവർക്കും, അതാണ് ഉപവാസം പ്രാർത്ഥന, ഇത് രണ്ടുമുള്ളവർക്കും ഉള്ളവർക്ക് വേണ്ടി അടുത്ത് ദൂത് പറയാം. മനസ്സിലായോ? ഈ വർഷം ചാനലൂടെ കേൾക്കുന്ന ദൈവ മക്കളെ, കിട്ടില്ലെന്ന് മാത്രം പറയരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കിക്കൊള്ളണം. പ്രാർത്ഥിക്കുന്നവർക്കും ഉപവസിക്കുന്നവർക്കുള്ള അടുത്ത ദൂത. ഉൽപ്പത്തി പുസ്തകം 15:5. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്നും അവനോട് കൽപ്പിച്ചു. ഇവിടെ വർദ്ധിക്കുന്നുമ്പേ അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, വർദ്ധിച്ചില്ല, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു. 24 ഞാൻ ചെയ്യാൻ പോകുന്നു. ചെയ്യുന്നുമ്പേ കാണിക്കും. ചെയ്യുന്നുമ്പേ കാണിച്ചു തരും. രാജി ഉഴപ്പരുത്, പിടിച്ചെടുക്കണം, വിട്ടുകൊടുത്തേ പറ്റൂ. നല്ലപോലെ പ്രാർത്ഥിച്ചു കയറണം. 2023 ഉഴപ്പിയൊക്കെ മതി, 24 ഉഴപ്പരുത്. ഉഴപ്പാത്തവർക്ക് വേണ്ടി അടുത്ത ദൈവം വരും. നിന്നോട് സംസാരിച്ചിട്ട് പറയും, മോളെ ഒന്ന് വെളിയിലോട്ടിറങ്ങും. മിക്കവാറും അർദ്ധരാത്രിയാണ് സംഭവിക്കുന്നത്. ഇവിടെ പലതും സംഭവിക്കുന്നത് അർദ്ധരാത്രിയാ. ഇവിടെ അർദ്ധരാത്രിയാ പലതും സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. ആ സമയത്ത് അബ്രഹാമിനോട് പറഞ്ഞു, ഒന്ന് പുറത്തു കൊണ്ട് ചെന്നിട്ട് നീ ആകാശത്തിടെ നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതിയെ ഇങ്ങനെ ആക്കും എന്നവൻ കൽപ്പിച്ചു. നിന്റെ അനുഗ്രഹത്തെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്നും നിന്റെ സന്തതി ഇതുപോലെ ആക്കും. നക്ഷത്രങ്ങളെ പോലെ ആക്കുന്ന. നക്ഷത്രങ്ങൾ ശോഭിക്കും. നക്ഷത്രങ്ങൾ ശോഭിക്കും. മക്കളെ വർദ്ധനയും ശോഭ. ഈ വർഷം 2024 നിന്റെ തലമുറകൾ ശോഭിക്കുന്ന വർഷം. ഇന്ന് പിടിച്ചേർക്കുന്നവർ കൊണ്ടുപോകും, വിട്ടുകളയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിയുമെങ്കിൽ, ഇതാ പറയുന്നത്, ദൈവം പറയുന്നു, എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക. അബ്രഹാം മുറ്റത്തിറങ്ങി നക്ഷത്രങ്ങളെല്ലാം തുടങ്ങി എത്ര ദിവസം എണ്ണും? ദൈവത്തിൻ്റെ ഒരു ചോദ്യമേ. നിന്റെ മുമ്പിൽ വന്നിട്ട് ദൈവം പറയും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു പറയും. നിങ്ങൾ പറയും, ഇവിടെ ഇരിക്കണ ബാറിലാണോ ബാർപ്പിലാണോ? ഇങ്ങനെ ചോദിക്കും. കർത്താവ്, നീ തരാൻ പോകുന്ന അനുഗ്രഹം ഇവിടുത്തെ ATM കൗണ്ടറിലാണോ അല്ല ഇവിടുത്തെ ലോക്കറിലാണോ നീ വർദ്ധിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ പലതും ചോദിക്കും. എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന അലമാരിലാണോ വർദ്ധിപ്പിക്കാൻ പോണേ? എൻ്റെ വീട്ടിലെ പാത്രത്തിലാണോ? അല്ല. പാത്രത്തിലൊക്കെ തന്നാൽ നീ അളക്കും, ATMലൊക്കെ തന്നാൽ നീ എണ്ണും.
ലോക്കർ വെച്ചാൽ നിനക്ക് കണക്കറിയാം. നീ പലതും തിട്ടപ്പെടുത്തും, പക്ഷേ അളക്കാൻ കഴിയാത്ത അനുഗ്രഹം നിനക്ക് എണ്ണിയാ തീരാത്ത അനുഗ്രഹമാ. നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിക്കും കൈമാറത്തക്കവണ്ണം 2024 നിന്റെ തലമുറയ്ക്കൊരു കൈമാറ്റം. ആമേൻ, ഹല്ലേലൂയ. വർധന 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 വർധന. ഓ വർധന 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 വർധന. ആത്മാവിന് വർദ്ധിക്കട്ടെ. ഓ വർധന 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 വർധന. അടാ ധാര 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 ധാര. ഓ ശാബ രബ റിബ മാന ദീന റിബ ബാബ. നീ വർദ്ധിക്കും. നിന്നെ നോക്കി ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ തൊട്ടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറുകെ പിടിക്കണം. ആ പ്രതിസന്ധിയുടെ നടുവിൽ പറയണം, എന്റെ ദൈവം എന്റെ അടുത്ത് ഇറങ്ങി വന്ന് പറഞ്ഞു, ഇറങ്ങി വന്ന് പറഞ്ഞതാ, നീ പ്രാപിക്കുമെന്ന്, നീ പ്രാപിക്കുമെന്ന്. പ്രാപിക്കുന്ന മാത്രമല്ല, വർദ്ധിക്കും. നീ വർദ്ധിക്കും, നീ വർദ്ധിക്കും, വർദ്ധിക്കും, വർദ്ധിക്കും. വിട്ടുകളയല്. വർധനയ്ക്ക് പിന്നിൽ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ പിന്നിൽ വർധന. ആദ്യം പ്രാർത്ഥന, വർധന, പ്രാർത്ഥന, വർധന, പ്രാർത്ഥന, വർധന, പ്രാർത്ഥന, വർധന, പ്രാർത്ഥന, വർധന. പ്രസ് യെസ് ശബബബ റിബബബ റിബബ അടമന ദലബല ശബ്ദലബുഡ. ഓ യെസ് യെസ്. ഭയങ്കര അനുഗ്രഹം. ഇവിടെ ആത്മസാന്നിധ്യം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറയുന്നത്, ഞാൻ എന്നെ ദൈവം എടുത്തെറിയുമ്പോൾ എറിയാ. ഇവിടെ ഭയങ്കര ആത്മസാന്നിധ്യം കൊണ്ട് ഈ പുൽപ്പുറ്റ് നിൽക്കാൻ പറ്റണില്ല. എടുത്തെറിയത്തക്കവണ്ണം ഭയങ്കര വാഗ്ദത്തത്തിന്റെ വചനം ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. യെസ്. നിൽക്കാൻ പറ്റാത്ത സാന്നിധ്യം, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആത്മസാന്നിധ്യമാ ഇതിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. യെസ് 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 യെസ്. കർത്താവേ, അങ്ങ് ഈ സഭ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അലസ്യമായിട്ട് കാണരുത്. ദൈവം ഒരു കാര്യം പറയുമ്പോ അലസ്യമായിട്ട് കാണരുത്. പത്രോസിനോടും യാക്കോബ് യോഹനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാൻ അല്പം കൂടെ നിന്ന് മുമ്പോട്ട് പ്രാർത്ഥിക്കാം. പക്ഷേ അവിടെ യേശു പറഞ്ഞ വാക്ക് പത്രോസിന് യാക്കോബ് യോഹനന് അനുസരിക്കാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥിച്ചില്ല എങ്കിൽ നീ പകൽ തള്ളി പറയേണ്ടി വരും. ഉണർന്ന് അല്പം യേശു പറഞ്ഞു, പത്രോസ്, യാക്കോബ് യോഹനനെ, നീ അല്പം പരീക്ഷയാണ്, ഇന്ന് രാത്രി ഉണർന്നിന്ന് പ്രാർത്ഥിക്കണം. അല്പം കൂടെ ഞാൻ മുമ്പോട്ട് പ്രാർത്ഥിച്ചു. അവര് ഉറക്ക ഭാരം കൊണ്ട് അർദ്ധരാത്രിയാ അവര് ഉറങ്ങിപ്പോയി. ഒരു ചെറിയൊരു മാനുഷ്യമായി ചെറിയൊരു തെറ്റേ ചെയ്തോളൂ. ദൈവമക്ക പൈതലെ, ഞാൻ ഒരു രാത്രി കഴിഞ്ഞ 2023 ഉറങ്ങിപ്പോയി. ശാരീരമായ ക്ഷീണവും ജലദോഷവും കഫക്കെട്ടും ചുമയും വല്ലാത്തൊരു പരുവായി. മരുന്നൊക്കെ കഴിച്ചു, മെഡിസിനെ കഴിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിശാച് അടിച്ചിട്ടു. നേരം എടുത്ത് കണ്ണു തുറന്നപ്പോൾ ഒറ്റ നിലവിളി, എൻ്റെ യേശുവേ, ഒറ്റ നിലവിളി. 2023 ഒരു രാത്രി പോയി. അടുത്തിങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ കിടക്കുന്നുണ്ട്, കൈ അടിച്ചിങ്ങനെ വിളിച്ചു, യേശുവേ, പോയല്ലോ. അപ്പോഴേ പറഞ്ഞു, ഭാരപ്പെടണ്ട, രാവിലെ ഉപവാസം. രാത്രി 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിറ്റേന്ന് ഉപവാസം. വേറെ ഒരു കുഴപ്പമില്ല. ദൈവം പറഞ്ഞു, മോനെ, നീ ഉപവസിച്ചോ. ഹല്ലേലൂയ. ഉണർന്ന് അല്പം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
അന്നത്തെ രാവിലത്തെ ഫുഡും പോയി, ഉച്ചയ്ക്കൊക്കെ സമയമൊക്കെ തെറ്റി അങ്ങ്. പക്ഷെ മറുപടി കിട്ടുന്നേരെയും നിന്നു. മറുപടി കിട്ടുന്നേരെയും ഉപവാസത്തോടും പ്രാർത്ഥനയോടെ നിന്നു. അത് മറുപടി അങ്ങനെ എനിക്ക് വന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഉറങ്ങിപ്പോകരുത്, ഉണർന്നിരിക്കണം. എണ്ണാൻ പറഞ്ഞാൽ നിനക്ക് എണ്ണാൻ പറ്റത്തില്ല. അബ്രഹാമോട് പറഞ്ഞു, നീ പുറത്തിറങ്ങ്, എണ്ണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അബ്രഹാമിനോട് ദൈവം എണ്ണാൻ പറഞ്ഞു. അബ്രഹാം ഇരുന്നുണ്ട് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 100 150 200 500 1000 900 അങ്ങനെ 2000 3000 10 ലക്ഷം 10 കോടി. എത്ര എണ്ണി കാണും? എത്ര എണ്ണി കാണും? എണ്ണുവോ? എടാ, കണ്ടപ്പോഴെന്നെ കണ്ണു തള്ളി. ഈ നക്ഷത്രങ്ങൾ നോക്കാൻ പറഞ്ഞപ്പോഴെന്നെ ഞാൻ സമ്മതിച്ചു. കർത്താവേ, സമ്മതിച്ചു കൊടുക്കാനേ വകയുള്ളൂ. നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ നീ യെസ് പറയണം. തിരിച്ചൊന്നും പറയാനില്ല. ദൈവം കാണിച്ചിട്ട് പറയുന്നില്ല, ഇതുപോലെയാക്കും, ഇതുപോലെയാക്കും. വർധന 2024 വർധന 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 വർധന. വർദ്ധിക്കും 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 വർദ്ധിക്കും. കൈ പിടിച്ച് പറ, 2 കൈ പിടിച്ച് പറ, ഓ ഒരു വർധന. പറഞ്ഞു, സ്വീകരിച്ചു. ഹല്ലേലൂയ. അബ്രഹാം സ്വീകരിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാക്കും, നിന്റെ സന്തതിയെ ഇങ്ങനെയാക്കും എന്ന് അവനോട് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 22. ദൈവം പറഞ്ഞ് കൽപ്പിച്ചിട്ട് അടുത്ത ദൈവം എന്താണ് ചെയ്യാൻ പോണെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 22:17 വാക്യം. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 22:17 വാക്യത്തിൽ അടുത്ത ദൈവം അബ്രഹാമോട് പറയുക, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. 2024 ഐശ്വര്യമായി. ഒന്ന് കരം കൊടുക്കാൻ മനസ്സുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് മനസ്സുണ്ടോ? ഒന്ന് കൈപിടിച്ച് പറയാമോ? ഐശ്വര്യമായി. ചിരിച്ചുകൊണ്ട് പറ, ചിരിച്ചുകൊണ്ട് പറ, ചിരിച്ചുകൊണ്ട് പറ, ചിരിച്ചുകൊണ്ട് പറ. ഐശ്വര്യം, ഐശ്വര്യം, ഐശ്വര്യമായി. ചിരി, ചിരി. ഈ വർഷം ചിരിക്കട്ടെ, ചിരിക്കട്ടെ, ചിരിക്കട്ടെ. ഹല്ലേലൂയ. ചിരിയുടെ വർഷമാവട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈ വർഷം എന്റെ പ്രസംഗം കേട്ട് ആരും കരയില്ല കേട്ടാ. ചിരിക്കണം, ചിരിക്കണം. കാര്യം എന്താണ്? ഐശ്വര്യമായി, ഐശ്വര്യമായി. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ ആയിരിക്കണം ബ്രദറെ. അല്ല ചുമ്മാ ഇരുന്നും കൊണ്ട് ഇന്ന് കഴിച്ച് നാളെ ഇല്ല, മറ്റന്നാ കഴിച്ച് അടുത്ത മാസമേ ഉള്ളൂ. ഇതൊരു ഐശ്വര്യമാണോ? ഐശ്വര്യക്കേടല്ലേ? ദൈവം ഒരുവനെ ഉയർത്തിയാൽ ഒരു ശക്തിക്കും തടയ്ക്കാൻ പറ്റത്തില്ല. ഒരുവനെ ഉയർത്താൻ തുടങ്ങിയാൽ, ഒരുവനെ വളർത്താൻ തുടങ്ങിയാൽ, ഒരുവനെ വളർത്താൻ തുടങ്ങിയാൽ ആത്മാവിനെ കത്തുന്നവർക്കായി സ്തോത്രം, ആത്മാവിനെ കത്തുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനെ കത്തുന്നവർക്കായി സ്തോത്രം. ശബ രഖ മന ധന മനെ അടമന ധനമന ശംദന ബൗഡ. ഒരുത്തനെ വളർത്താൻ തുടങ്ങിയാൽ ഒരു മല പോലെ വളർത്തും. വളർത്തുന്നത് എങ്ങനെ? ഒരു മല പോലെ, മല പോലെ അല്ലെങ്കിൽ കുന്നുപോലെ വളർത്തും. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചില വ്യക്തികളൊക്കെ എന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ദേശത്തൊക്കെ ഒന്നിങ്ങനെയാണ്. ഓ, ഞാൻ ഞങ്ങളെങ്ങനെയാണ് ഇന്നലെ പറഞ്ഞു, ഈ ദേശം മുറിഞ്ഞപാലം കൊള്ളാമോ എന്നോട് ചോദിച്ചു. ഞാൻ ദേശം കൊള്ളാം, പക്ഷെ നിൽക്കണമെങ്കിൽ ഇത്തിരി അടുത്ത് പറഞ്ഞു, ഈ മുറിഞ്ഞ പാലത്ത് നിൽക്കണമെങ്കിൽ യേശു ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുള്ളൂ. അടുത്ത ബിസിനസ് ചെയ്യണ ആൾ പറഞ്ഞതാ. ബിസിനസ് ചെയ്യണ എന്നോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ ഇവിടുത്തെ പല കടകൾ അടഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, അടഞ്ഞു പോയി. ഇവിടെ പല കടകൾ ഇപ്പം അടച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും അടഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പം പലതും അടച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞാൻ പറഞ്ഞു, യേശു ഉണ്ടെങ്കിൽ ഇവിടെ അടയത്തില്ല. യേശു ഉണ്ടെങ്കിൽ ഇവിടെ അടയത്തില്ല. അടയത് തുറക്കപ്പെടും. എടാ, പലതും അടച്ചുകൊണ്ടിരിക്കുക. ബിസിനസ് ഇല്ല, അവർക്ക് കച്ചവടമില്ല. ഹല്ലേലൂയ. എടാ, യേശു ഉണ്ടെങ്കിൽ, യേശു ഉള്ളടുത്ത് ഒരു ഭയങ്കര ഒരു പ്രകാശം ഉണ്ടാവും. ഹല്ലേലൂയ. ഞാൻ പറയും, ദേശത്ത് വന്നു ഈ മുറിഞ്ഞവാൽ ഞങ്ങൾ നിന്നപ്പോൾ ഭയങ്കര ചെറിയ 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 പ്രശ്നങ്ങൾ, അടി പിടിങ്ങനെ ഓട്ടിക്കുക, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക, ഓലപ്പാമ്പ് കൊണ്ട് ഇട്ട് തരിക, ചില പെരുമ്പാമ്പിനെ ഇറക്കുക, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അബ്രഹാമിനെ വിളിച്ചതുപോലെ വിളിച്ചത് കൊണ്ടും ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന വാഗ്ദത്തം എൻ്റെ മേലുള്ളത് കൊണ്ട് വാഗ്ദത്തം ഉള്ളവൻ നിൽക്കും. ഹല്ലേലൂയ. ഈ വർഷം നിന്റെ മേലുള്ള വാഗ്ദത്തം എങ്ങനെയാ? ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഐശ്വര്യമായ അനുഗ്രഹിക്കുന്നത് നിന്റെ സന്തതിയെ ആകാശത്തിൽ അടുത്ത് പറയുക, നക്ഷത്രങ്ങളെ പോലെയും. ആദ്യം നക്ഷത്രങ്ങളെ കാണിച്ചു. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പില് ദൈവം പറയാറുണ്ട്, കടൽക്കരയെ കൊണ്ടുപോവുക. കടലിന്റെ കരയിലോട്ട് കൊണ്ടുപോയിട്ട് പറയാ, ഓ നിന്നെ ഞാൻ കടൽക്കരയിലെ മണൽ പോലെ ആത്യന്തം വർദ്ധിക്കും. നീ നക്ഷത്രം പോലെയാണെങ്കിൽ അടുത്തത് മണൽ തരികൾ പോലെ വർദ്ധിക്കും. ഞാൻ ഒരു കാര്യം പറയാം, രണ്ട് കാര്യം ആത്മാവിൽ നിന്ന് പറയാം. ഒന്ന്, നക്ഷത്രം എന്ന് പറയുന്നത് ആത്മീയ വർധന, മുകളിലാണ് നിൽക്കുന്നത്. ആത്മാവിന് കിട്ടുന്ന കാര്യം ഞാൻ പറയുന്നത്. ആത്മാവ് എന്നെ കിട്ടുന്ന കാര്യം ഇപ്പം ഞാൻ പറയുന്നു. എനിക്ക് സ്പോട്ടിൽ വിട്ടു തരിക, അതാ ഞാൻ പറയുന്നത്. ഒന്ന്, ഭൗതികതയിൽ ആദ്യം പറഞ്ഞത് ആത്മീയ പറഞ്ഞു. ആകാശത്തിലെ നക്ഷത്രം എന്ന് പറയുന്നത് ആത്മീയത, പ്രാർത്ഥന. രണ്ട്, ഈ നക്ഷത്രം കടൽക്കരയിലാണ് കിടക്കണേ, ആകാശത്തല്ലേ, ഉയരത്തിലല്ലേ, നോക്കി പ്രാർത്ഥന. അടുത്ത് പറഞ്ഞു കടലിലെ മണൽത്തരി, അത് ഭൗതികത. ഹല്ലേലൂയ. ഒന്ന് ആത്മീയനാണെങ്കിൽ അടുത്ത രണ്ടാമത്തെ ദൂത് ഓ ഭൗതികത്തിൽ വർദ്ധിക്കും. അതാ 24 മർമ്മം പൊട്ടിക്കുന്നത്, വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പാടിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ. നക്ഷത്രമെന്ന പ്രാർത്ഥന, ഉയരങ്ങളിൽ നക്ഷത്രങ്ങളെ പോലെ എത്തുന്ന പ്രാർത്ഥന. രണ്ട്, ഭൗതികത്തിലാ പറയുന്നത്, നീ കടൽക്കരയിലെ മണൽത്തരി പോലെ വർദ്ധിക്കും. നിന്റെ സന്തതിയും ആമേ വർധന. ഭൗതികത്തിൽ ഭയങ്കര വർധനയായി വർഷം. ഓ 2024 ഭൗതികത്തിൽ നീ വർദ്ധിക്കും. ചില അടഞ്ഞു പോയത് ഈ വർഷം തുറക്കും. അടഞ്ഞു പോയത് 2023 അടഞ്ഞു പോയതൊക്കെ 18, 19, 20, 21, 22, 23, 18, 19, 20, 21, 22, 23, എത്ര വർഷം? 6 വർഷത്തിൽ ആത്മ പറയുന്നു അടഞ്ഞു പോയതിന്, കൊറോണയ്ക്ക് മുമ്പ് അടഞ്ഞു പോയതിന്. ഓ ശകന രഗന ദീന രഗന അടനം ബൗഡവ രന്തന ബൗഡവ രാജവ ദീന രഗന 2018 അടഞ്ഞു പോയതിന് 2024 ദൈവത്തിന്റെ ആത്മ പറയുന്നു തുറക്കപ്പെടും. നഷ്ടപ്പെട്ടതിന് 18 നഷ്ടപ്പെട്ടതിന് 24 ദൈവത്തിന്റെ ആത്മ പറയുന്നു ഓ നിനക്ക് തുറക്കുന്ന വർഷമാണ്. യെസ്, പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. യെസ്, ശബാരഖമാന
അഠമന ധനമന ശംദലബൗഡ. ഈ വർഷം ആത്മാർത്ഥത വർദ്ധിക്കും. നീ ഭൗതികത്തിൽ ഒരു കുതിപ്പ കാണിക്കുന്നത് ആമേ ഹല്ല നക്ഷത്രമാണെങ്കിൽ അടുത്ത ലെവല് കടലിലെ മണത്തരിയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ സിസ്റ്ററോട് ദൂത് പറയുന്നു. പിടിച്ചെടുത്തോ, ഒരാളോട് എല്ലാവരും പിടിച്ചെടുത്തോ. ഇന്ന് ഒരു വ്യക്തിയോട് മാത്രമല്ല, സകലരും പിടിച്ചെടുത്തോ. എന്നോട് ദൈവാത്മ പറയുന്നു, അടഞ്ഞു പോയതല്ല, അടച്ചു വെച്ചത്. പിശാച് അടച്ചു വെച്ചതിന് 24 നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നുണ്ട്. ഓ 24 ദൈവം നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന്റെ മകത്ത് കൊടുത്താട്ടെ. പ്രാപിച്ചോ. അത്യന്തം എത്രയാ അത്യന്തം. സിസ്റ്ററെ, ഓ ദൈവം നിനക്ക് ആത്യന്തരമായി അളക്കാൻ പറ്റാത്ത നന്മകൾ, അത്യന്തം വർധന, അത്യന്തം രഗന ദീന രഗന അടന രഗന ദീന രഗന ദീന രഗന വൈഡ അത്യന്തം. യെസ്, പ്രാപിച്ചോ. യെസ്, 24 ഓ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. 18 അടച്ചത് 6 വർഷം കൊണ്ട് പിശാച് അടച്ചു വെച്ചതിന് 24 ദൈവം തുറക്കപ്പെടും. എങ്ങനെ? അത്യന്തമായി ദൈവം നിന്റെ മേൽ വർഷിപ്പിക്കുന്ന വർഷമാണ്. യെസ്, ഒരു ദൈവം ഒരു വ്യക്തിയെ ഉയർത്താൻ തുടങ്ങി. അങ്ങനെയാ അത്യന്തം. അല്ല, ഒരു 5 രൂപ കിറ്റിനകം 5 രൂപ കിറ്റ് വാങ്ങിച്ചിട്ട് ഒരു 5 രൂപ കിറ്റ് ഉണ്ടല്ലോ, ഇന്ന് കിറ്റ് നിറച്ച് തരുന്നതല്ല. ഇന്ന് ലോക നിരക്ക്, അല്ലെങ്കിൽ റേഷൻ കട ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ മറ്റു ഷോപ്പിന് പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന അവിടുത്തെ എല്ലാം കിറ്റ്, അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് കിറ്റ് അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റും. നമ്മൾ കാണുന്ന ആ അളവിലൊക്കെ നമ്മൾ വിചാരിക്കും എല്ലാം നിറയ്ക്കണമെന്ന്. അതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. ദൈവം ഒരുവനെ അനുഗ്രഹിച്ചു തുടങ്ങിയാൽ എണ്ണാൻ കഴിയാത്ത ഹല്ലേലൂയാ ആത്യന്തരമായ ഒരു വർധനയാ 2024. മറക്കരുത്, നീ വർദ്ധിക്കും. കാര്യം എന്താണ്? എന്റെ കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അവൻ ഒരു വാക്ക് പറഞ്ഞാ മതി, ചിലത് നോക്കിയാ മതി. അല്ലേ? ദൈവത്തിന്റെ നോട്ടത്തിന് വ്യാപരിക്കുന്നുണ്ട് വിടുതലുകൾ. ഹല്ലേലൂയാ. എന്റെ കർത്താവ് ചില കൽപ്പിച്ചാ മതി, ചിലത് നോക്കാൻ പോകുന്നുണ്ട് ദൈവം. നിങ്ങളെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞിട്ടുണ്ട്. 2024 നീ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞ വ്യക്തിയാ, പതിഞ്ഞ മകനാണ്, പതിഞ്ഞ മകളാണ്. അടുത്തൊരു ദൂതർ, നീ കരഞ്ഞ് 23 നീ കരഞ്ഞു, ഇനി കരയാൻ കണ്ണുനീരില്ല. ചിലരോട് നോക്കി പറയുന്നത് കരഞ്ഞ മതി. 23 കരഞ്ഞ് ആ തുരുത്തിയെല്ലാം നിറഞ്ഞ് കളയാ. പക്ഷേ അവിടെ പറയുന്നു, നിന്റെ അളവിനെ അങ്ങോട്ട് ആമേ ആ കണ്ണുനീരിന്റെ അളവിനെ കാട്ടിലും അത്യന്തരമായ ഒരു ദൈവ പ്രവൃത്തി നിന്നെ മേൽ സംഭവിക്കാൻ പോകുന്നു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അനുഗ്രഹിച്ച് അങ്ങനെയായിരിക്കണം, അത്യന്തമായി. ഹല്ലേലൂയ. ഇന്നോ ഇന്നലേക്കുള്ള 1 മാസത്തേക്കുള്ളല്ല,
അല്ല 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അല്ല ഒരു വ്യക്തി അനുഗ്രഹിക്കുന്നത്. സമൃദ്ധിയായി സമൃദ്ധിയായി ദൈവത്തിന്റെ അനുഗ്രഹം 2024 ദൈവം ആത്യന്തരമായി വർദ്ധിപ്പിക്കുന്ന വർഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു, അത്യുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടങ്ങളെ കൈവശമാക്കും. ആഹാ, എന്ത് നല്ല ദൂത്! ഓ, എത്ര നല്ല ദൂത്! പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് കേൾക്കുന്നവർ മനസ്സിലാവുന്നുണ്ടോ? ശത്രുക്കളുടെ പട്ടണം എവിടെയെങ്കിലും നോക്കിയിട്ടില്ലേ? ചേച്ചിമാരെ, ചേട്ടന്മാരെ, 2023 നോക്കിയില്ലേ? ചില വസ്തുവിലൊക്കെ കണ്ണു ഉടക്കിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ കയ്യിൽ വരാൻ പോണെന്ന് മനസ്സിലാവുന്നവർ പിടിച്ചെടുത്തോ. ശത്രുക്കളെ പാട്ടണം. ആമേൻ. ഹല്ലേലൂയ. ഇത് പറയുമ്പോ എനിക്ക് ഭയങ്കര ചിരിയാ പറഞ്ഞ. ഇത് ഈ ദൂത് പറയുമ്പോ എനിക്ക് ഭയങ്കര ചിരിയാ പറഞ്ഞ. കാര്യം തരുമോ? നിങ്ങളെ മനസ്സ് ഞാൻ വായിക്കാം. അവര് പറഞ്ഞു, നിങ്ങളുടെ വീട് കൂടെ ഇങ്ങോട്ട് താ, ഞാൻ പൈസ തരാമെന്ന്. എങ്ങനെയെങ്കിലും നിങ്ങൾ 5 സെന്റ് 3 സെന്റും കൂടെ അവർ വാങ്ങിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതുകൂടെ കിട്ടാൻ വേണ്ടി അവരാഗ്രഹിച്ചപ്പോ 2024 പറയുന്നു, നീ ആഗ്രഹിച്ച അവരാഗ്രഹിച്ചു. പക്ഷെ ആഗ്രഹിച്ചതിനോട് ഇഞ്ഞ് വരാൻ പോകുക. ഇങ്ങോട്ടാ വരാൻ പോകുന്നത്, അങ്ങോട്ടല്ല പോണത്, ഇങ്ങോട്ടാ വരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റേത് അവരാഗ്രഹിച്ചു. അതാ ശത്രുവിന്റെ പട്ടണം കൈവശമാക്കും. ഈ വർഷം ചില സ്ഥലങ്ങൾ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നതിനായി സ്തോത്രം. ചില സ്ഥലങ്ങൾ നിങ്ങൾ വാങ്ങാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവമക്കളെ, ഈ വർഷം അവസാനിക്കും മുമ്പേ ചില വസ്തുവിൻ്റെ പ്രമാണം കഴിഞ്ഞിരിക്കും. ചില ഇടപാടുകൾ നടന്നിരിക്കും. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായിക്കോ, അതിനു വേണ്ടി ഒരുങ്ങിക്കോ. ചില ഇടപാടുകൾ ആരെ പേരിന് വാങ്ങണമെന്ന് ഒരുങ്ങിക്കോ. ഇപ്പോഴേ ഒരുങ്ങിക്കോളണം. സമയമാകുമ്പോൾ പേരിനെ ചൊല്ലി വഴക്കുണ്ടാക്കരുത്. ഹല്ലേലൂയ. നിന്റെ പേരിനാണ് നിന്റെ പേര് തന്നെ. നീ ആരെ പേരിന് ആഗ്രഹിക്കുമോ ആ പേരിൽ തന്നെ സ്വർഗത്തിലെ ദൈവം തരും. കാര്യം എന്താ? ദൈവമാണിത് പറഞ്ഞത്. ഈ ദൂത് കൈമാറിയത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ദൂത് ഇതാ സഭയോട് കൈമാറുന്നുണ്ട്. ശത്രുക്കളുടെ പട്ടണങ്ങളെ നീ കൈവശമാക്കും. ഈ വർഷം സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിശ്വാസത്തോടെ ഉയർത്തി പറ. അവിശ്വാസം ആരും പറയില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമോ ശത്രുവിൻ്റെ പട്ടണങ്ങളെ കൈവശമാക്കും. പ്രമാണങ്ങൾ, ചില ഇടപാടുകൾ ദൈവം നടത്തുന്നുണ്ട് കേട്ടോ. ഇടപാടിന് വേണ്ടി ചില പ്രമാണങ്ങൾ ആമേ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ഈ വർഷം നീ സ്ഥലം വാങ്ങും. ഹല്ലേലൂയ. അവരെ പട്ടണം കരസ്ഥമാക്കണമെങ്കിൽ ചിലർ സ്ഥലത്തോട് വീടോടെ വാങ്ങും. വീടോടെ, സ്ഥലം മാത്രമല്ല വീടും. ആമേ. ഹല്ലേലൂയ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. എടാ, പട്ടണമാണെങ്കിൽ പട്ടണത്തിനകത്ത് ഭവനവും കാണും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് പറയുമ്പോൾ ചിലർ പറയും, ഞങ്ങൾക്കൊന്നും കിട്ടിയെടുത്ത് അക്കി തിന്നാൻ പോക്കില്ല, അടക്കണം വെള്ളം കൂടി കുടിച്ചാൽ കുടിച്ചില്ലാത്ത തന്നെ. നിനക്ക് നക്കി കുടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല പറയണത്. ദൈവം ഒരു വ്യക്തിയോട് മനസ്സലിഞ്ഞാൽ, കൃപ തോന്നിയ, നിനക്കിന്ന് 10 കോടി നിന്റെ പേരിലാണ് ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞ് വിശ്വസിക്കോ? എടാ, ലോട്ടറി അടിക്കണം നിനക്ക് 10 കോടി നിന്റെ പേരിനാ. ഒരു വകുപ്പ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ണടച്ച് തുറക്കും മുമ്പേ എന്നോട് പറഞ്ഞു, ബാംഗ്ലൂർ കണ്ണടച്ച് തുറക്കണ്ട, ഇപ്പം 10
10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, 2023 കണ്ണടച്ച് തുറക്കും മുമ്പേ എൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു. നമ്മൾ ആയിക്കോട്ടെ, നമുക്ക് ആലോചിക്കാം, വന്നോട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എൻ്റെ ഇടപെടലിൽ കൊടുക്കൽ വാങ്ങൽ അത്രയും വലിയ എമൗണ്ട് ഉള്ളത് കൊണ്ട്, വണ്ടിയിലെ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് അടഞ്ഞു തീർന്നു. ഒറ്റ സെക്കൻഡ് ഒപ്പൊന്നും വേണ്ട, ഒന്ന് മൂടിയാൽ മതി. ബാങ്കിൽ പോകണ്ട, സൈൻ ചെയ്യണ്ട, ഒരു യെസ് പറഞ്ഞാൽ മതി. ഇപ്പം അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ കയറുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിന്നെ നോക്കി പ്രവചിക്കുന്നു, 2024 നീ വർദ്ധിക്കുമെന്നും കൈവശമാക്കുമെന്നും ദൈവം നിന്നോട് ദൂത് പറയുക. ശത്രുക്കളെ പട്ടണം കൈവശമാക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 26:5 ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളെ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അടുത്ത് കൈവശം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ഈ ദേശമൊക്കെയും കൊടുക്കും. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും വർദ്ധിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെ കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം, ഭൂമി മുഖാന്തരം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. നീ ദേശത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ദേശത്തുനിന്ന് ദൈവത്തെ വിളിക്കുന്ന മുഖാന്തരം നിന്റെ ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ആയതുകൊണ്ട്, നിന്റെ ജീവിതം വിശുദ്ധ ജീവിതമായതുകൊണ്ട് ഭൂമി അനുഗ്രഹിക്കപ്പെടും. ഭൂമി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഭൂമിയിലുള്ള വ്യക്തികൾ അനുഗ്രഹമായിരിക്കണം. ഉള്ള വ്യക്തികൾ അനുഗ്രഹമായിരുന്നാൽ മാത്രമേ ഭൂമി അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ദൈവം നിനക്ക് തരുന്ന ഭൂമി അനുഗ്രഹിക്കപ്പെടും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലൊക്കെ കാടും പള്ളയും പൊന്തക്കാട് വളരുമ്പോൾ നിൻ്റെ വിളയിൽ നല്ല കപ്പയും കുമ്പളവും മത്തനും വെണ്ടയും നല്ല പടവലങ്ങയും നല്ല വരിക്കച്ചക്കയും നല്ല മാങ്ങയും നല്ല പേരക്കയും നിനക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ടും കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പള്ളക്കാട് കയറുമ്പോൾ ഭൂമി അനുഗ്രഹിക്കപ്പെടും. കാട് കയറത്തില്ല. ഹല്ലേലൂയ. ഇന്ന് എത്രയോ പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ കൃഷി ചെയ്യാതെ, അല്ലേ, ഒരു കപ്പ പോലും കിട്ടാതെ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയാതെ എത്രയോ ഭൂമി കാട് കയറി കിടക്കുന്നു. ഈ വർഷം ദൂത് പറയുന്നു, കാട് കയറത്തില്ല. നിന്റെ കയ്യിൽ ദൈവം തരുമ്പോ അതിന് നീ വിളവുള്ള ഭൂമി അനുഗ്രഹിക്കപ്പെടും. നീ തയ്യാറായിക്കോ, കൃഷി ചെയ്യാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് ഏദൻ തോട്ടം എന്നാണ്. ഏദൻ തോട്ടം, ദൈവത്തിൻ്റെ മാക്സിമം ഫ്രൂട്ട് എന്ന് വെച്ചാൽ എനിക്ക് അറിയാത്ത പേരുകളെല്ലാം നട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വരിക്കച്ചക്ക കിട്ടി, പിന്നെ മിൽക്ക് ഫ്രൂട്ട് കിട്ടി, പല വെറൈറ്റികൾ. കാര്യം ഒരു സമയത്തൊക്കെ കല്ലും മണ്ണും നടാതെ കിടന്നു. പല ഫ്രൂട്ടുകളാൽ ഓരോന്ന് വളർന്നു വരുന്നുണ്ടല്ലോ. മാക്സിമം അതിലോട്ട് നല്ലൊരു സാമ്പത്തികം മുടക്കി അതിനെ വളർത്തിയെടുക്കുക. അപ്പോൾ അതുപോലെ ദൈവം നല്ലൊരു പഴത്തോട്ടമായി. ഹല്ലേലൂയ. ഞാൻ പോയാൽ എനിക്കൊരു ഫ്രൂട്ട് കിട്ടും. ഞാൻ കറങ്ങി 4 സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് യാതൊരു ഫ്രൂട്ട് കിട്ടിയിരിക്കും. കഴിഞ്ഞ ദിവസം നോക്കി കറങ്ങി വന്നപ്പോൾ ഒരു ചക്കപ്പഴം അങ്ങ് നിൽക്കുക. ഏത് ചക്കപ്പഴം? ഒരു വരിക്കച്ചക്ക പഴുത്ത്. ഹല്ലേലൂയ. അപ്പോൾ എവിടെ കൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടും. കാര്യം എന്താണ്? ദൈവം തരുന്ന ഭൂമി അനുഗ്രഹമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭൂമിയെ കറങ്ങി തിരിഞ്ഞു വന്ന് എന്ത് ചെയ്യും? അയ്യോ, അവിടെ ഒരു പാമ്പ്, കയറാൻ പേടിയാ, കാടും അല്ലേ എല്ലാം കൂടെ നിറഞ്ഞ് കൃഷികൾ ചെയ്യാൻ കഴിയാത്ത ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം 2024 നിന്റെ ഭൂമി അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിനക്ക് തന്നിരിക്കുന്ന ഭൂമിയിൽ കൃഷികൾ, സമർത്ഥമായ വിളവുകൾ, അനുഗ്രഹമായ വിളവുകൾ ദൈവം തരും. നിങ്ങൾ ഈ വർഷം കൃഷി ചെയ്യണം.
ഈ വർഷം ചെന്നിട്ട് കൃഷി ചെയ്യണം. നാളെ മുതൽ ഉള്ള സ്ഥലത്തിലൊക്കെ കൃഷി തുടങ്ങി. തന്നിരിക്കുന്ന സ്ഥലം നല്ലപോലെ നീറ്റായിട്ട് ചെയ്താൽ അടുത്ത സ്ഥലം ഇവിടെ ദൈവം തരും. ഇപ്പോൾ ഉള്ള സ്ഥലം നീറ്റായിട്ട് സൂക്ഷിക്കില്ല. നോക്കുമ്പോൾ അറിയാം, കാടും കയറി വൃത്തിയില്ലാതെ വീട് പരിസരമൊക്കെ നോക്കണം എന്തൊക്കെ വാരി കൂട്ടിയിരിക്കണമെന്ന്. ആദ്യം നോക്കും, ഇവൻ നീറ്റാണെങ്കിൽ എൻ്റെ ദൈവം അടുത്ത് നീറ്റിൻസ് ആവുകയുള്ളൂ. ഹല്ലേലൂയ. തന്നിരിക്കുന്ന സ്ഥലം നീറ്റാവണം. സ്ഥലം കൂടിയിട്ടൊന്നും വലിയ കാര്യമില്ലെന്നേ. വളരെ കാണുന്ന എല്ലാം തന്നു കഴിഞ്ഞാൽ അവിടെയും കാണുന്നു. പക്ഷെ ഉള്ളതിനെ നീറ്റായിട്ട് സൂക്ഷിച്ചാൽ, അതിനെ ഉള്ളതിനെ നന്നായിട്ട് നോക്കി പരിപാലിച്ചാൽ, ആമേ, വിതയ്ക്കുന്നവൻ നല്ലപോലെ വിതച്ചാൽ മാത്രമേ, വ്യാപാരം ചെയ്താൽ മാത്രമേ ദൈവം കൊടുക്കൂ. ഇവിടെ 10 താലന്ത്, 5 താലന്ത്, അല്ലേ, 1 താലന്ത്, ഇതെല്ലാം കൊടുത്തതിനത് 5 കൊടുത്തവൻ 10 നേടി, 2 നേടി, 1 കൊടുത്തവൻ കുഴിച്ചിട്ടു. നമ്മൾ പറയും നമുക്ക് 1 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് 5 സെൻറ്റൊക്കെ അല്ലേ ഉള്ളൂ, ഞങ്ങൾ എന്തൊരു ചെയ്യാൻ? ഇതൊക്കെ വർദ്ധിക്കും. നമ്മളെ കണക്കിൽ ചെറുത്, ദൈവത്തിൻ്റെ കണക്കിന് വലുതാ. നീ ചെറുതായിട്ട് കാണുന്നത് ദൈവത്തിന് വലുതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരുവൻ ചെറുത് കൊടുത്തപ്പോൾ എനിക്ക് ചെറുതലേ തന്നുള്ളൂ, അവൾക്ക് വലുതാണ് കൊടുത്തത്, അതുകൊണ്ട് അവൾ വന്ന് രാവിലെ എല്ലാം വന്ന് ചെയ്യട്ടെ എന്നും പറഞ്ഞിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്നും പറഞ്ഞ് ഇരിക്കരുത്. പക്ഷേ ചെറുതിൽ നിന്നാണ് വലുതിലോട്ട് പോകുന്നത്. 1-ൽ നിന്നാ 10-ലോട്ട് പോകുന്നത്, 10-ൽ നിന്നാ 100-ലോട്ട് പോകുന്നത്, 100-ൽ നിന്ന് 1000-ൽ പോകുന്നത്, 1000-ൽ നിന്ന് ലക്ഷത്തിലേക്ക് പോകുന്നത്. ലക്ഷത്തിലേക്ക് പോകണമെങ്കിൽ കോടിയാവണം. പക്ഷെ തുടക്കം ഏതാ? 1. 1-ൽ നിന്ന് എത്ര പോയി? 10-ലോട്ട് പോയി. 10-ൽ നിന്ന് എത്ര പോയി? 100-ലോട്ട് പോയി. 100-ൽ എത്ര പോയി? 1000-ലോട്ട് പോയി. 1000-ൽ എത്ര പോയി? 10,000-ലോട്ട് പോയി. 10,000 എത്ര പോയി? ലക്ഷത്തിലോട്ട് പോയി. ലക്ഷം കഴിഞ്ഞ് അടുത്ത കുതിപ്പ് കോടി. ഹല്ലേലൂയ. അപ്പൊ ഈ വർഷം അത് തന്നെയാണ് സഭയ്ക്ക്. അതാ ദൈവമക്കളെ, നിങ്ങൾ ലക്ഷം 10,000 കോടിയുടെ ഒരു അനുഗ്രഹത്തിന് വർധനയാ. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. നിന്റെ ദേശമൊക്കെയും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമി ഭൂമി നല്ല സകല ജാതനും ഭൂമിയിൽ കൃഷിയൊക്കെ ചെയ്യണം. ദൈവം തന്നിരിക്കുന്ന ഈ വർഷം കൃഷി ഇറക്കണം. നിങ്ങൾക്ക് 5 സെൻറ്റ് 10 സെൻറ്റ് എത്ര ആയിക്കോട്ടെ, ദൈവം തന്ന എത്ര സെൻറ്റായാലും ചെന്ന് കൃഷി ചെയ്യണം. ഒരു പടവലെങ്കിലും വെക്കണം, ഒരു പയറെങ്കിലും നടണം. ഇന്ന് നട്ടിട്ട് അടുത്ത വർഷം വരെ കാത്തിരിക്കല്. വല്ലപ്പോഴേക്കൊക്കെ കൃഷികൾ നോക്കണം. ആമേ, ഹല്ലേലൂയ. ചെയ്യാൻ പറ്റും മാക്സിമം ചെയ്യണം. നമ്മൾ നല്ലപോലെ ഭൂമിയെ പരിപാലിച്ചാൽ മാത്രമേ ഭൂമിക്കൊരു വർധന ഉണ്ടാകുള്ളൂ. എവിടെയെങ്കിലും ഉഴപ്പിക്കളയല്. ഈ വർഷം ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് കൈമാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ, കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഭൂമി അനുഗ്രഹിക്കപ്പെടും, അത് മുഖാന്തരം ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ഭൂമി അനുഗ്രഹിക്കപ്പെടുന്ന മുഖാന്തരം എന്ത് ചെയ്യും? ദേശവും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 28:3 ഉൽപ്പത്തി പുസ്തകം 28:3 സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരുകയും നോക്കിയുള്ള ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുകയും. ആമേ, ഹല്ലേലൂയ. അടുത്ത് അബ്രഹാം, നീ സർവശക്തനായ ദൈവം. നമ്മുടെ ദൈവത്തിന്റെ പവർ എന്താ? വാ തുറന്ന് പറ. എല്ലാരും പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, എല്ലാരും വാ തുറന്ന് പറഞ്ഞേ. സർവശക്തനായ ദൈവം എവിടെ ഇരിക്കുന്നു? ഈ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. സർവശക്തന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോ നിന്റെ വിഷയം കാണാതിരിക്കുമോ? ഈ സർവശക്തന്റെ മുമ്പിൽ നിന്നും കൊണ്ടാണ് തരുമോ, കിട്ടുമോ, തീരുമോ, തീരൂലേ, തിന്നുമോ, തിന്നൂലയോ, പട്ടിണിയോ എന്നുള്ള ഗുണ്ടായ്പൊന്നും പറയരുത്. ഈ ഗുണ്ടായ്പൊന്നും പറയണ്ട. നീ വിശ്വാസത്തോടെ ഇവിടെ ഇരിക്കണം. 2024 പറയണം, സർവശക്തനായ
സർവശക്തന്റെ മേലടുത്താ ഞാൻ ഇരിക്കുന്നത്. ആരെ മുമ്പിലായിരിക്കുന്നത്? അപ്പൊ സർവശക്തന്റെ മുമ്പിൽ ഇരുന്നോട് പാപം ചെയ്യോ? സർവശക്തന്റെ മുമ്പിൽ ഇരുന്നോട് വേറെ എന്തെങ്കിലും പറയോ? ഒരാൾ മാത്രം പറഞ്ഞാൽ പോരാ, ഈ ചാനലിലൂടെ ഒരുപാട് കേൾക്കുന്നുണ്ട്. സർവശക്തന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറയോ? ഇല്ല. ഈ സർവശക്തന്റെ അടുത്താണ് നീ ഇരിക്കുന്നത്. ഈ വർഷം നിന്നെ ദൈവം മടിയിലാക്കി ഇരുത്തിയിരിക്കുന്നത്. 2024 സർവശക്തന്റെ മടിയില നിന്നെ കയറ്റിയിരുത്തിയ ദൂത് ദൈവസഭയോട് കൈമാറുന്നു. നീ ആരെ മടിയില? സർവശക്തന്റെ മടിയില നീയും ഞാനും ഇരിക്കുന്നത്. ആ ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പ് ആർക്ക് വേണം? നിങ്ങൾക്കും വേണം, എനിക്കും വേണം. ഞാൻ ആരെ മടിയില? സർവശക്തന്റെ മടിയില. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നിങ്ങൾ ചെറിയ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ പ്രയാസങ്ങൾ ഒന്നും വിചാരിക്കില്ല. ഈ വർഷം നിങ്ങളെ ശരീരത്തെ രോഗമുണ്ടെന്ന് വിചാരിക്കേ ചെയ്യരുത്. എവിടെ ഹല്ലേലൂയ, എവിടെയെങ്കിലും ഉണ്ടായിപ്പം കാണിച്ചിട്ട് ആമേ ഹല്ലേലൂയ വല്ലം വിളിച്ച് വല്ല അസുഖമായിട്ട് പ്രശ്നം വരുമ്പോ ഞാൻ ചോദിക്കോ, നീ ആരെ മടിയിലോ? സാത്താന്റെ മടിയിലോ? ഓ ദൈവത്തിന്റെ മടിയിലോ? ശവന രഗന ധീന രഗന വൈഡ അടന രഗന ധീന രഗന അസ്തൽ പ്രൗഢവ രംദല ബൗഡ വൈഡ പ്രൗഢവ രാജമദീന. ഓ നിന്നെ മടിയിൽ കയറ്റിയിരുത്തിയ വർഷമാ 2024. മടിയിൽ കയറ്റിയിരുത്തിയ വർഷമാ. ഓ ഹല്ലേലൂയ. ഒരു 1.5 പവർ ഒന്ന് അടിക്കും പോലെ അടിച്ചു തന്നു. ഹല്ലേലൂയ. ആ പവർ എൻ്റെ മേലൊന്ന് അടിച്ചു. ഈ അടിക്കുമ്പോഴും ഞാൻ ഇവിടെ കിടന്നവിടെ ഞെരുപിരി ഉള്ളത്. ഹല്ലേലൂയ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. കാര്യം എന്താണ്? ഞാൻ അവന്റെ മടിയിലാണെങ്കിൽ ആമേ ഹല്ലേലൂയ, അപ്പന്റെ മടിയിൽ ഞാനാണെങ്കിൽ ഞാൻ വർദ്ധിക്കും. ഞാൻ വർദ്ധിക്കും. മടിയിലിരുന്ന നീ വർദ്ധിക്കും. യേശുവിന്റെ മടിയിലിരുന്നാൽ നീ വർദ്ധിക്കും. നീ വർദ്ധിക്കും. നീ വർദ്ധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത് പറയാ, വായിച്ചേ. അടുത്ത നമ്മൾ വായിച്ച ഭാഗം വായിച്ചേ. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുകയും ചെയ്യും. ഹല്ലേലൂയ. എന്ത് മനസ്സിലായി? നിങ്ങൾ ആത്മീയത്തിൽ മാത്രമല്ല, നിങ്ങളെ ഭൗതികത്തിൽ നിങ്ങളെ തലമുറകളെ കുറിച്ച് പറയുകയാണ്. ഈ വർഷം വിവാഹ തടസ്സങ്ങൾ മാറുന്ന വർഷമാണ്. 2024 പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പ്രവചിക്കുന്നു. നിങ്ങൾ ഈ വർഷം നടക്കേണ്ട വിവാഹങ്ങൾ നിങ്ങളെ കുടുംബത്തിനകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. വിവാഹ തടസ്സങ്ങൾ മാറുന്ന വർഷം. നിങ്ങൾ മാത്രമല്ല, ലോകത്ത് ഒരുപാട് പേര് എൻ്റെ ചാനലിലൂടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വിളിക്കാറുണ്ട്. മകന് 38 വയസ്സ്, മകൾക്ക് ഇത്ര വയസ്സ്, എത്രയോ പേര് ഇടിക്കുന്ന ഒരാൾ വിളിച്ചു, ഇത്ര വയസ്സ്, മോക്ക് ഇത്ര വയസ്സ്, മോൻ ഇത്ര വയസ്സ്, ഒരുപാട് വിളിക്കാറുണ്ട്. പ്രായങ്ങൾ ചെന്നു കഴിഞ്ഞു, അവർക്ക് വിവാഹം നടക്കുന്നില്ല. വെറുതെ 2023 പലരും വിളിച്ചു, 2024 വിവാഹം നടക്കുന്നില്ല. തടസ്സം, മക്കൾക്ക് പ്രായമാകുന്നു, മോന് പ്രായമാകുന്നു, മോക്ക് പ്രായം കൂടുന്നു, വിവാഹം നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ പറയുന്നു, വാക്യത്തിൽ വിളിച്ചു പറയുന്നു, നിനക്കൊരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഈ വർഷം വിടുതൽ സംഭവിക്കുന്നുണ്ട്. നിന്റെ സന്തതി മേലൊരു അനുഗ്രഹം കൈമാറുന്നുണ്ട് കേട്ടോ. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വിവാഹം നടക്കും. വിവാഹം നടക്കും. നടന്നവർ നടക്കാതെ തടസ്സമായി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നടന്നവർ, ഹല്ലേലൂയ, നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി
നിങ്ങൾ പ്രാർത്ഥിക്കുക. കാര്യം എന്താണ്? നിങ്ങൾക്ക് ആരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചത് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം കൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ പ്രാർത്ഥന ആരൊക്കെ പ്രാർത്ഥിച്ചു, ഏത് സഭയോ പ്രാർത്ഥിച്ചു, ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത് പറയുന്നു, സന്താന പുഷ്ടിയുള്ളവനായി. അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു, പ്രായം ചെന്നിട്ട് കുഞ്ഞുങ്ങളില്ല. ഈ വർഷം 23 കിട്ടാതെ 17 വർഷം കൊണ്ടിരിക്കുന്നവരുണ്ട്, 7 വർഷം കൊണ്ടിരിക്കുന്നവരുണ്ട്, 5 വർഷം കൊണ്ടിരിക്കുന്നവരുണ്ട്. ചില അറിവുകൾ ഇത്രയും വർഷം, എൻ്റെ അറിവിലുള്ള കേസാണ്. ചിലപ്പോൾ 1 വർഷം 2 വർഷം, എത്ര വർഷം ആയിക്കോട്ടെ, 2023 വരെ കുഞ്ഞുങ്ങളെ കിട്ടൂല. ഡോക്ടറെ അടുത്തൊക്കെ പോയി വിധി എഴുതിയ കേസുകളാണ്, തള്ളിക്കളഞ്ഞ കേസുകളാണ്, എല്ലാം തള്ളിക്കളഞ്ഞ കേസുകളാണ്. പക്ഷേ യേശുവിൻ്റെ മടിയിലോട്ട് കയറിയപ്പോൾ, ഇത് ഇരിക്കുന്നവർക്കാണ് കേട്ടോ വാഗ്ദത്തം. എന്താ? സർവശക്തൻ്റെ മടി ഇരിക്കുന്നവർക്കാ, ഇരിക്കാത്തവർക്കല്ല, ഇരിക്കുന്നവർക്കാ. ചിലർ പറയും കിട്ടിയില്ലെങ്കിൽ പറയണം, കിട്ടിയില്ലെങ്കിൽ നീ ഇരുന്നിട്ടില്ല, ദൈവത്തോട് ചേർന്നിരുന്നിട്ടില്ല. ഹല്ലേലൂയാ. ഞാൻ പറയുമ്പോൾ മറുസൈഡിലൂടെ പറയുക, ഇരിക്കുന്നവർക്ക് ദൈവം 24 തലമുറ കൊടുക്കും. തലമുറ ഒന്നല്ല, ചിലപ്പോൾ 2, 3 ഒരുമിച്ച് അനുഗ്രഹം കിട്ടും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, എൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഓടിയൊരു കസ്റ്റമർ വന്നു, ഓ എൻ്റെ ഭാര്യ പ്രസവിച്ചു. എത്ര കുഞ്ഞ്? 3. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവം 2024 1 അല്ല 3. എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഞാൻ കേട്ട്, കുഞ്ഞ് ആണോ പെണ്ണോ? 3 ആൺകുഞ്ഞുങ്ങൾ. വൈകി വരുന്നവർക്കെല്ലാം ആൺകുഞ്ഞുങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ആണും പെണ്ണും എല്ലാം വരട്ടെ. ഹല്ലേലൂയ. നമുക്ക് ആണും പെണ്ണും എല്ലാം വേണം. നിങ്ങൾ ആണെന്ന് പറയുമ്പോൾ പാസ്റ്ററിന് ആണുങ്ങളോടാണല്ലോ താല്പര്യം. ഇല്ല, എനിക്ക് 2 പെൺമക്കളാണ്. ഹല്ലേലൂയ. 2 വെറൈറ്റികളാ. ഹല്ലേലൂയ. ഇവനാണെങ്കിൽ അതിനെക്കാട്ടിയും വെറൈറ്റിയാ. ഹല്ലേലൂയ. 3 ഒരുമിച്ച് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം തരും. പറേ, കരം പിടിച്ച് പറ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന നിങ്ങളുടെ ബന്ധുക്കളോ ചേർച്ചക്കാരോ, ഇതിനകത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ദൈവവചനം പറയുന്നു, നിന്റെ സന്തതി ആമേ നിന്റെ സന്താന പുഷ്ടിയുള്ളവനായി പെരുകും. ആമേ. സന്താന്റെ ഭാര്യ ഗർഭിണിയാവുക. 2024 23 മച്ചിയാണെങ്കിൽ 23/4 നിന്റെ ഭാര്യ ഡെലിവറി ആകും. ഇന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളാ. ഇന്ന് സംഭവിച്ചാലേ ഈ വർഷം അവസാനം ഡെലിവറി നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. 6 മാസം കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതല്ല, ഇന്ന് സംഭവിക്കേണ്ടതാ. ഈ സെക്കൻഡിൽ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഭവനത്തിനകത്ത് ഇരിക്കുന്നവരുണ്ട്, ആമേ ദേശത്തിരിക്കുന്നവരുണ്ട്, വിദൂരത്തിരിക്കുന്നവരുണ്ട്, ഇടുക്കിയിൽ നിൽക്കുന്നുണ്ട്, എറണാകുളത്ത് നിൽക്കുന്ന സിസ്റ്ററുണ്ട്, ആമേ നെയ്യാറ്റിൻകര സിസ്റ്ററുണ്ട്, ആമേ കാഞ്ഞിരമ്പാറ സിസ്റ്ററുണ്ട്, ഒരുപാട് സിസ്റ്റർമാരുണ്ട്, ആമേ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആമേ പോത്താങ്കുട സിസ്റ്റർമാരുണ്ട്. ഒരുപാട് ദൈവമക്കൾക്ക് വേണ്ടി ഈ വചനം സംഭവിക്കട്ടെ. ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, സന്താന പുഷ്ടിയുള്ളവരായി. നമ്മൾ തുടക്കം ഞാൻ അവസാനിക്കുമ്പോൾ പറഞ്ഞു, ഒരു ദൂത് പറഞ്ഞു. 24 അനവധി ഒന്നല്ല അനേക അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതിനകത്ത് വരുന്നൊരു വെളിപ്പാട് ഞാൻ പറഞ്ഞു. ആ വെളിപ്പാട് തന്നെയാണ് 24 ദൈവത്തിൻ്റെ ആത്മാ തന്നത്. പ്രവചിക്കുമ്പോൾ ഒരു ദൂത് പറഞ്ഞു, മുറിലവാല സഭയിൽ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ആമേ കഴിഞ്ഞ നാൾ ദൂത് പറഞ്ഞപ്പോൾ ഏറ്റെടുത്തോ, പ്രാർത്ഥിച്ചോ. ഇന്നും വചനം വിളിച്ച് പറയുന്നു, കുഞ്ഞുങ്ങളില്ലാതെ 23 വരെ മച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം തിരുത്തുന്നുണ്ട്. മച്ചിയ ദൈവം തിരുത്തുന്നുണ്ട്. ആമേ. വിടുതലില്ലാത്ത വിഷയത്തിന്റെ മേൽ 24 മറുപടിയുണ്ട്. 24 മറുപടിയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ. വിശ്വസിക്ക്. ഒന്ന് കരം അടിക്ക്, ഒന്ന് നല്ലപോലെ നടിക്ക്. അത്ഭുതം സംഭവിക്കട്ടെ. നിങ്ങൾ ശക്തിയോടെ നടി. എടാ, കുഞ്ഞുങ്ങളില്ലാത്ത വേദന അനുഭവിച്ച ഞാനാ. ഒരു കൊച്ചില്ലാതെ എന്തുമാത്രം വേദന അനുഭവിച്ചതറിയുമോ? ഒരു മോന് വേണ്ടി 9 വർഷം അനുഭവിച്ച ഒരു അപ്പനാ. നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. നിങ്ങൾക്ക് ചെന്ന ഉടനെ പിറ്റേന്ന് ആശുപത്രിയിലായി, കുഞ്ഞുങ്ങളെ കിട്ടി, ഇപ്പം മക്കളെ കെട്ടി ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് എന്തറിയണം? നമ്മൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും കരയണം. കരഞ്ഞപ്പോൾ ഇപ്പം അത് തന്നെ ഹായ്. പിന്നെ ഇരിക്കുന്നു 9 വർഷം. 1ഉം 2ഉം അല്ല, 9 വർഷം നിലവിളിച്ച് കരഞ്ഞു. അതാണ് 3 തലത്തിലിരിക്കുന്നത്, 3 ത്രാസിൽ.
ഒരുപോലെ നിൽക്കുന്നില്ല. കാര്യം എന്താണ്? വീണ്ടും കരഞ്ഞു. ഒന്നും രണ്ടും അല്ല, ഒരു ഡോക്ടറെ അടുത്തും പോയില്ല, ഒരു ഹോസ്പിറ്റലിലും പോയില്ല. 9 വർഷം ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ആൺകുഞ്ഞിനെ തരണം. ദൈവത്തോട് ചോദിച്ച ഒറ്റ ചോദ്യം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു ആൺകുഞ്ഞിനെ എൻ്റെ തലമുറയിൽ എഴുന്നേൽക്കണപ്പാന്ന് പറഞ്ഞു. എന്താ പെട്ടെന്ന് തരാത്തത്? പെട്ടെന്ന് എന്താ തരാത്തത്? ഞാൻ ചോദിച്ചത്, കർത്താവ് എന്താ പെട്ടെന്ന്? എടാ, നിനക്ക് തരുന്ന ആപ്പ ഊപ്പയും അവിടെ ഇവിടെ കിടക്കണ ചപ്പൻ ചവർ ആക്രി ഈക്രി പറക്കണമെന്നല്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളത്. ഇത് പദ്ധതിക്കകത്തുള്ളത് വാഗ്ദത്ത സന്തതിയാ. വെയിറ്റ് ചെയ്യുന്നത് വാഗ്ദത്ത സന്തതിയാണ്. പറയേ, നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയായിരിക്കും. ഉറപ്പാണ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വെയിറ്റ് ചെയ്യുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് വാഗ്ദത്ത സന്തതിയാണ്. വാഗ്ദത്ത സന്തതിയാണ്. വാഗ്ദത്ത സന്തതിയാണ്. അവ സാധാരണ സന്തതി അല്ല. എല്ലാവർക്കും ജനിക്കും, അതുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടുമ്പോൾ പെട്ടെന്ന് കിട്ടാത്തത്. എന്നോട് ദൈവം പറഞ്ഞു, നിനക്ക് തരുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രാർത്ഥനയും കണ്ണുനീരും ഉപവാസവും നിലവിളി ചുമ്മായിരുന്നില്ല. 9 വർഷവും ഞങ്ങൾ ഒരുമിച്ച് കരയും. രാത്രിയുടെ സമയം സന്ധ്യ ഞാനും എൻ്റെ ബൈബിളെ ഒരുമിച്ച് കരം പിടിച്ച് കരയും, ഒരുമിച്ച് ഉപവസിക്കും. രാത്രിയുടെ യാമങ്ങൾ ഒരുമിച്ച് കരയും. മുഖത്ത് നോക്കി പലരും പറഞ്ഞു, നിന്റെ പ്രസവം ഇതോടെ തീർന്നു. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു, നിന്റെ ഗർഭപാത്രം ഇതോടെ അടച്ചു, നിനക്കിനി പ്രശ്നക്കാരിയാ. എൻ്റെ കർത്താവ് പറഞ്ഞു, അവിടെയും കണ്ണുനീരും നിലവിളിയും പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കി ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ട് അവൻ പരസ്പരം മുഖത്ത് നോക്കി കരയുമ്പോ പറയൂ, ദൈവം പറഞ്ഞു, നീ വെയിറ്റ് ചെയ് മോനെ, നീ വെയിറ്റ് ചെയ്, നിനക്ക് സമയത്തിന് ഞാൻ തരും. ആ ഫീലിംഗ്, ആ വേദന അനുഭവിച്ചവനാ. അതുകൊണ്ട് പറയും, മക്കളില്ലാത്തവന്റെ വേദന അനുഭവിച്ചവനാ ഞാൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവം എനിക്ക് തന്ന എത്ര കുഞ്ഞുങ്ങളാ? 3 കുഞ്ഞുങ്ങളാ ദൈവം തന്നിരിക്കുന്നത്. 3 കുഞ്ഞുങ്ങളെ കാണണ്ടേ? കേറി വാ. സാന്ത്വന, ശമുവേൽ, വന്ദന. ഈ 3 മക്കളും പ്രാർത്ഥനയുടെ അളവിനനുസരിച്ച ദൈവം വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ലോകം ദൈവം വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്തും. യവന് വേണ്ടി ഒരുപാട് നിലവിളിച്ചു. 9 വർഷത്തെ കണ്ണുനീര്. ഇവർക്ക് വേണ്ടി കല്യാണം 1 വർഷം കഴിഞ്ഞ മക്കളില്ല, പൊട്ടിക്കരഞ്ഞ സമയം. ഇവൾക്ക് വേണ്ടി ചില വെയിറ്റുകൾ നിലവിളിച്ചു, ഇതോടെ തീർന്നുപോയി. ഇല്ല, ചില വർഷം അതും കഴിഞ്ഞിട്ടാ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 5ാം ക്ലാസ്, UKG. ദൈവത്തിന്റെ കണക്ക് കൂട്ടൽ നമ്മുടെ കണക്കൂട്ടലല്ല, ദൈവത്തിന്റെ കണക്ക് കൂട്ടലാണ് ഇത് കിടക്കുന്നത്. ഇന്ന് ഇതിനകത്ത് നിർത്തുമ്പോ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഇത് ദൈവത്തിന്റെ മേൽ കുഞ്ഞുങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞെടുത്ത് നീ സന്താന പുഷ്ടികളെ പെറ്റു പെരുകും. മക്കളൊക്കെ ഒരു ഹല്ലേലൂയ കൊടുത്തേ, എല്ലാവരും സ്തോത്രം പറഞ്ഞേ, 2 കൈ ഉയർത്തേ. ഇപ്പൊ ദൈവസഭയ്ക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളാ. ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേദന എന്താണെന്ന് അനുഭവിച്ചവനെ വേദനയെക്കുറിച്ച് പറയാൻ പറ്റൂ. മുറിവുള്ളവനെ മുറിവിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂല, അല്ലേ? മുറിവും വേദനയും പ്രയാസമുള്ളവനെ അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റൂ. ഇല്ലാത്തവർക്ക് പറയും, ഞങ്ങളെന്ന് അറിഞ്ഞിട്ടില്ല, പറയേ വേദന എന്താണെന്ന് അറിഞ്ഞൂടെ, ഞങ്ങൾക്ക് സുഖം മാത്രമേ അറിയാൻ പറ്റൂ. ഇല്ല, വേദനയും സുഖം എന്താണെന്ന് അറിഞ്ഞ് കയറിയവനാ അബ്രഹാമിനെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. സാറ ഒരുപാട് നിന്ദ സഹിച്ചു, അല്ലേ? സാറ അവസാനം പറഞ്ഞു, ആമേ യജമാനെ, അബ്രഹാമിനെ പറഞ്ഞു, യജമാനെ എന്നാ എനിക്കിത് പ്രസവിക്കാൻ പറ്റത്തില്ല, എൻ്റെ ബാല്യക്കാരി ഒന്ന് കല്യാണം കഴിച്ചോ. അപ്പോൾ സാറ തന്നെ വീട്ടുവേലക്കാരിയെ കൊണ്ടുകൊടുത്തു. ഇനി അവിടെ നിന്നും ആമേ ഒരു കുഞ്ഞിനെ എടുക്ക്. അത് കഴിഞ്ഞു. സാറയാണ് തള്ളിവിട്ടത് അബ്രഹാമിനെ പാപത്തിലോട്ട്. വീട്ടിൽ നിന്ന ഭാര്യമാർ നേരെ ഇരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, സാറേ തള്ളിയിട്ടു. സാറ തള്ളിവിട്ടു. അബ്രഹാം പോയി ബാലികെടുത്തു. പക്ഷേ ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. കൃത്യസമയത്ത് തന്നെ ആമേ ആരെ കൊടുത്തു? അബ്രഹാമിന്
ഇസാക്കിനെ കൊടുത്തു. ഹല്ലേലൂയാ. ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ദൈവം വർദ്ധിപ്പിക്കുന്നു പറഞ്ഞാൽ, നിന്നെ ഒരു മുഖത്ത് നോക്കി പറഞ്ഞ 2024 നീ സന്താന പുഷ്ടിയുള്ളവനായി വർദ്ധിക്കും. ഈ വർഷം ഒരുപാട് ഡെലിവറി നടക്കും. മച്ചികളൊക്കെ പ്രസവിക്കും. ഇവിടെ വന്ന് ഒരുപാട് പേര് നിൽക്കും. ഹല്ലേലൂയ. പലരും വരാത്ത വിദൂരങ്ങളുള്ളവരൊക്കെ സാക്ഷികൾ വരും. ഹല്ലേലൂയാ. ഞാനത് വിശ്വസിക്കുന്നുണ്ട്, ഞാനത് ആത്മാവിൽ കാണുന്നുണ്ട്. ഒരുപാട് അമ്മമാര്, ഒരുപാട് സഹോദരന്മാര് കുഞ്ഞുങ്ങളായിട്ട് ഈ ആലയത്തിൽ കയറി വരുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുന്നുണ്ട്. ഓ റീബനതനവ ശബ്ദല ഭൗഡപരാജപദീനാരകരെ വൈഡപരാജപദീനാരകരെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഇന്ന് ശുശ്രൂഷ ശ്രമിക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ഇന്ന് കേട്ട വചനങ്ങൾ തൻ്റെ മക്കൾക്ക് 2024 സംഭവിക്കത്തോണം വലിയൊരു വർധന വിടുതലിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥന. പ്രതീക്ഷയുടെ വർഷം 2024 പ്രതീക്ഷയുടെ വർഷം. ആമേ, പ്രതീക്ഷ വയ്ക്കാവുന്ന വർഷം, അത്ഭുതം കാണുന്ന വർഷം, വിടുവിക്കുന്ന വർഷം, ആമേ, വർധനയുടെ വർഷം. ആത്മീയയിലും ഭൗതികത്തിലും ഒരു വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും സകലവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.